ലിമിറ്റിൽ നമ്മൾ പറഞ്ഞ പോലെ ചെയ്തിട്ട് കാഴ്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അതേകൾക്ക് അതിനായിട്ടുള്ള കോമ്പൻസേഷനോ കാര്യങ്ങളൊന്നും ചെയ്ത് കൊടുക്കുന്നുണ്ട്. അറിയാൻ കഴിയുന്ന കാര്യം എന്താ വെച്ചാൽ അതുകൊണ്ടാണ് അവരെ കൊണ്ട് തന്നെ ഞാൻ പഠിപ്പിച്ചത്. അത് ഇലയിലൊരു ഡിസൈൻ ഉണ്ടാവും, അതുപോലെ തന്നെ പഴത്തിനും ഡിസൈൻ ഉണ്ടാവും ആയിരിക്കും. ഫ്ലഷിൻ്റെ അകംഭാഗമൊക്കെ പക്ഷേ നല്ല മധുരമായിരിക്കും. നമ്മുടെ നാട്ടിൽ നല്ലപോലെ കായ്ക്കുന്നതുകൊണ്ട് നല്ല ടേസ്റ്റുള്ളതാണ് മൾട്ടി എന്ന് പറയുന്നത്. ഈ ഒരു തൈ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇതിപ്പോൾ 1, 2, 3, 4. ഫ്രണ്ട്സ്, നമ്മുടെ കൂടെ ഉള്ളത് ആതിഫ് ഭായി ആണ്, നമ്മളെ ചിറയിൽ ഗാർഡൻസിൻ്റെ മാനേജറാണ് അല്ലേ? അതെ. എനിക്ക് ആദ്യം തന്നെ പറയാനുള്ള എന്താ പറയുക, ഇതിന് മുന്നേ നമ്മുടെ വീഡിയോ നമ്മളെ ചാനലിൽ ചെയ്തിരുന്നു. വളരെ എന്താ പറയുക, ശാസ്ത്രീയപരമായിട്ടാണ് നമ്മുടെ ചിറയിൽ ഗാർഡൻസിൻ്റെ വർക്കിംഗ്. അത് നിങ്ങൾ ആദ്യം തന്നെ നിങ്ങളെ പരിചയപ്പെടുത്താം. കാര്യം എന്താ വെച്ചാൽ ഈസൻ BSc അഗ്രികൾച്ചർ അല്ലേ? അത് കഴിഞ്ഞ ആള് ഏകദേശം എത്ര വർഷമായി ഇപ്പോൾ നിങ്ങൾ ഇവിടെ? 4-5 വർഷമായി. 5 വർഷത്തോളമായി. അത് വളരെ ആത്മാർത്ഥമായിട്ട് ശാസ്ത്രീയപരമായിട്ട് അക്കാഡമിക്കലായിട്ട് മലപ്പുറം ജില്ലയിൽ നമ്മുടെയൊക്കെ ചമ്മാട്ടിൽ നിന്നും അതുപോലെ തന്നെ നമ്മുടെ ഹൈവേ എന്നൊക്കെ കയറി നമ്മൾ എയർപോർട്ടിലേക്ക് പോകുന്ന ഭാഗത്ത് കുന്നുമുറം കഴിഞ്ഞ ഉടനടിയാണ് ഈ സ്ഥാപനം വരുന്നത്. ഏകദേശം ഇങ്ങോട്ട് പറയാം ചിറയിൽ ചുങ്കം എന്ന് പറയുന്നത്. ചിറയിൽ ചുങ്കം ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എയർപോർട്ടൊക്കെ കാണാം. വളരെ അടുത്ത് തന്നെയാണ്. പല ആളുകൾക്കും ഈ ഇവിടുത്തെ പ്ലേസ് അറിയില്ല, അതുപോലെ തന്നെ ഈ ഗാർഡനെ പറ്റി അറിയാത്ത ഒരു അവസ്ഥ ഉണ്ട്. അതിനുകൊണ്ടാണ് ഞാൻ ഫസ്റ്റ് തന്നെ ഈ കാര്യങ്ങൾ പറഞ്ഞത്. ഇവിടെയുള്ള കുറച്ച് ഐറ്റംസ് നിങ്ങളെ പരിചയപ്പെടുത്തി തരൽ അതിനേക്കാളും വലിയ പ്രാധാന്യമുള്ള സംഗതികളാണ്. പക്ഷേ നമ്മൾ അത്ഭുതപ്പെടുത്തി എക്സൈറ്റ് ആയിപ്പോയി നമ്മൾ എന്തൊക്കെ ഇത് കേട്ടപ്പോൾ. ആതിഫ് ഭായി നമ്മളെ പ്രോഡക്റ്റുകളൊന്ന് പരിചയപ്പെടുത്തി കൊടുക്കുകയാണെങ്കിൽ നന്നായിരുന്നു. ഓക്കെ, നമ്മുടേത് കയ്യിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം പല ഐറ്റംസ് ആയിട്ട് വരുന്നുണ്ട്. ഇപ്പം മാവായിക്കോട്ടെ, പ്ലാവായിക്കോട്ടെ, റംബുട്ടാന്, പിന്നെ നമ്മുടെ ലോങ്ങന്, അതുപോലെ തന്നെ ബട്ടർ, അങ്ങനെ ജസ്റ്റ് നമ്മുടെ നാട്ടിൽ കായ്ക്കുന്ന ട്രോപ്പിക്കായിട്ടുള്ള ഒരു ഐറ്റംസ് എല്ലാം നമ്മൾ ഇവിടെ തന്നെ ഉൽപ്പാദിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഈ ബട്ടറൊക്കെ നമ്മളവിടെ അതെ, ട്രോപ്പിക്കൽ ബട്ടർ ഉണ്ട്. നമ്മുടെ നാട്ടിൽ ചൂട് കാലഘട്ടത്തിൽ കായ്ക്കുന്ന തരത്തിലുള്ള ബട്ടറുകളുണ്ട്. അപ്പം നമ്മൾ ഏകദേശം മലപ്പുറം ജില്ലയിൽ കായ്ച്ചിട്ടുള്ള ബട്ടർ എന്ന് സാധനം എടുത്തിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. അതെ, വിത്ത് നമ്മൾ പുറത്തുനിന്ന് കൊണ്ടുവരും. അത് വിത്ത് എടുത്തതിന് കുഴപ്പമില്ല. അത് അടിയിൽ റൂട്ട് സ്റ്റോക്കും സാധനമാണ് വരുന്നത്. അതിൽ ഒട്ടുകമ്പ് എടുക്കുന്നതാണ് നമ്മൾ ചൂടുകാലത്ത് എടുക്കുന്നത്. വിത്ത് നമ്മൾ നല്ല ക്വാളിറ്റിയുള്ള വിത്ത് കിട്ടുന്ന സ്ഥലങ്ങളിൽ നിന്ന് പല ഭാഗങ്ങളിൽ എടുക്കുന്നുണ്ട്. നല്ല കരുത്തുള്ള വിത്ത് മാത്രം എടുത്തിട്ട് നമ്മൾ മുളപ്പിക്കും. അത് നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകൾ തിരഞ്ഞെടുത്തിട്ട് അതിലാണ് ഗ്രാഫ്റ്റ് ചെയ്യുക. പക്ഷെ ഗ്രാഫ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സയണ് നമ്മളെപ്പോഴും നല്ല ഇതുപോലെ ചൂടത്ത് കായ്ച്ചിട്ടുള്ള മരത്തിൽ നിന്ന് മാത്രമേ എടുത്ത് ചെയ്യുള്ളൂ. ഒറ്റ കാര്യങ്ങളിപ്പോൾ ഇതിന്റെ ഒരു ടെക്നിക്കലായ നെയിമാണ് സയൺ എന്ന് പറഞ്ഞു. സയൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒട്ടുകമ്പ് എന്ന് പറയുന്നത് കാഴ്ച മരത്തിൽ നിന്ന് എടുക്കുന്ന സാധനത്തിന്റെ പറഞ്ഞത്. ഒട്ടുകമ്പ് ചേർത്താണ് ഒട്ട് ഗ്രാഫ്റ്റിന് ഉപയോഗിക്കുന്ന ആ ഒട്ടുകമ്പിനാണ് സയൺ എന്ന് പറയുന്നത്. അപ്പൊ ആ കമ്പ് നമ്മൾ എടുത്തുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. ചൂടുകാലത്ത് കാഴ്ച മാങ്ങൊക്കെ ഭയങ്കര വില, 200-300 മുകളിലാണ്. എല്ലാ സമയത്തും കിട്ടുന്ന മാങ്ങകൾ വല്ലതും നമുക്ക് പറഞ്ഞു. അത് നമ്മുടെ തായ്ലാൻഡ് ഓൾ സീസൺ, അതുപോലെ തന്നെ കാറ്റിമൂണ്, അതിന് ബാരി 11 അങ്ങനെ പോലെ ഓൾ സീസൺ മാങ്ങ നമ്മുടെ കയ്യിൽ വരുന്നുണ്ട്. പിന്നെ വർഷത്തിൽ 2 വട്ടം കഴിക്കുന്ന മോഡൽ ഇപ്പം ജസ്റ്റ് ഫുൾ ടൈം ഉണ്ടാവില്ലെങ്കിലും നമ്മുടെ കാലാപ്പാടി പോലത്തെ ഒക്കെ അമ്മിണി പോയ സാധനങ്ങളൊക്കെ ഏകദേശം വർഷം 2 വട്ടമൊക്കെ കഴിക്കുന്ന ടൈപ്പ് സാധനങ്ങളാണ്. ഈ മൾട്ടി എന്ന് പറഞ്ഞ സാധനം ബോർഡ് കണ്ടു ഇവിടെ. അതെ, മൾട്ടിമാവ് നമ്മുടെ കയ്യിൽ വരുന്നുണ്ട്. നമ്മൾ പല ടൈപ്പ്, അതായത് ഇപ്പോൾ ഒരു മരത്തിൽ തന്നെ 4-5 ഐറ്റം, ഒന്നിൽ കൂടുതലുള്ളതിനെ മൾട്ടി ഉദ്ദേശിക്കുന്നത് അങ്ങനെ ഐറ്റംസ് വരുന്നുണ്ട്. ഐറ്റംസ് കഴിക്കും. അതെ, ഏതൊക്കെ സാധനങ്ങൾ എല്ലാം പല വെറൈറ്റീസ് വരും. നമ്മുടെ ഏകദേശം 10-50ഓളം വെറൈറ്റീസ് മാവ് വരുന്നുണ്ട്. അതിൽ നമ്മൾ ആവശ്യമായ പല വെറൈറ്റീസ് മിക്സ് ആയി കൊടുക്കാറുണ്ട്. കാരണം ഓരോ കസ്റ്റമർക്ക് ഓരോ പ്രിഫറൻസ് ആയിരിക്കും വരിക. അപ്പൊ നമ്മൾ നീലമാങ്ങ, ഒരു കൊമ്പുമ്പോ നീലമാങ്ങ, അങ്ങനെയൊക്കെ ആക്കാൻ പറ്റും. അതെ, അങ്ങനെ അതെ, സ്വാഭാവികമായിട്ടും സ്ഥലം കുറവുള്ള ആളുകൾക്ക് കൂടുതൽ ഐറ്റംസ് വേണമെന്നുണ്ടാവും. നമ്മൾ ഒരു മാങ്ങ വെക്കുമ്പോൾ നന്നായിട്ട് കായ്ക്കും. സ്വാഭാവികമായിട്ടും നമ്മൾ എന്തെങ്കിലും 3-4 ആക്കുമ്പോൾ മാങ്ങയുടെ എണ്ണം കുറയും, പക്ഷെ ഇനങ്ങൾ കൂടുതൽ കിട്ടും. അങ്ങനെ കിട്ടും. അപ്പൊ സ്വാഭാവികമായിട്ടും കുറച്ച് സ്ഥലമുള്ള ആളുകൾക്ക് കൂടുതൽ ഐറ്റം കഴിക്കാനുള്ള താല്പര്യം വരുമ്പോൾ നമുക്ക് മൾട്ടി മാവാണ് സജസ്റ്റ് ചെയ്യുന്നത്. നമ്മൾ 1 വെച്ചാൽ തന്നെ മതി, എല്ലാ മാങ്ങകളും അവർക്ക് ടേസ്റ്റ് ചെയ്യാനുള്ളത് കിട്ടും. പിന്നെ ചിലർക്ക് താല്പര്യം നിങ്ങൾ പറഞ്ഞ നിങ്ങളിപ്പോ മല്ലിക, കുളമ്പ് അങ്ങനെ എടുത്ത് പറയുകയാണെങ്കിൽ ആ മാങ്ങ നിങ്ങൾക്ക് പ്രിയ ആയതുകൊണ്ടാണല്ലോ. അപ്പൊ അങ്ങനെയുള്ള സെലക്ട് ആളുകൾക്ക് ചെയ്ത് കൊടുക്കും. ഇനിയിപ്പം ചില ആളുകൾക്ക് ഇന്ന ഐറ്റംസ് വേണമെന്നവർ പറയുകയാണെങ്കിൽ മുൻകൂട്ടി പറഞ്ഞു വെച്ചാൽ ചെയ്ത് കൊടുക്കുന്നവരുടെ നമ്മൾ ചെയ്യുന്നുണ്ട്. നിങ്ങൾ വിളിച്ച് പറയണെങ്കിൽ ഇങ്ങനെ 4 ഐറ്റം വേണം, നമ്മുടെ എല്ലാം ഉണ്ടെങ്കിൽ അവർ മുൻകൂട്ടി പറഞ്ഞു വെക്കുകയാണെങ്കിൽ നമ്മൾ ചെയ്തവർക്ക് ആക്കി കൊടുക്കും. അതെ, സമയം എടുക്കുന്നു മാത്രം. കാരണം മൾട്ടിയാണ് ഒരു മരത്തിൽ 5-6 വെറൈറ്റി പഠിപ്പിക്കുന്നുണ്ട്. ആ ഒരു ടൈം നമ്മൾ അവരോട് ചോദിക്കുന്നു മാത്രം. അല്ല, ഇപ്പോഴത്തെ പ്രത്യേകിച്ചുള്ള നമ്മൾ ഈ ഒരു ജനറേഷനിലെ ആളുകളൊന്നും ഈ പ്രത്യേകിച്ച് ഞാനൊക്കെ എന്നെ തന്നെ പറയാമല്ലോ, ജനറേഷനെ പറയാനുണ്ടല്ലോ, നമ്മളെ കാരണം ഈ കൃഷി ചെയ്യുന്നതിലോ ഈ മരം വെക്കുന്നതിലോ ഒന്നും വലിയ താല്പര്യങ്ങൾ കാണിക്കുന്നില്ല. വളരെ ചുരുക്കം ആളുകളെ കണ്ടിട്ടുള്ളൂ. അപ്പം ഞാൻ മനസ്സിലാക്കുന്നത് ഇത്തരം ആളുകളെ ആകർഷിക്കുന്ന ഒരു സംവിധാനം ഇപ്പം നിങ്ങൾ പറഞ്ഞത്, കസ്റ്റമൈസ് ചെയ്തിട്ട് കാര്യങ്ങൾ ചെയ്യാനും അതുപോലെ തന്നെ പെട്ടെന്ന് ഈ ഫ്രൂട്ട്സ് കിട്ടുന്ന അല്ലേ? 2 വർഷം കൊണ്ട് 3 വർഷം കൊണ്ട് ഗ്രാഫ്റ്റ് കിട്ടും. അത് 3 വർഷം എന്നല്ല, വെറൈറ്റീസ് മാറ്റം. നമ്മൾ പറഞ്ഞ കാറ്റിമൂണോ അതുപോലെ തന്നെ കാലാപ്പാടി കുറച്ച് നേരത്തെ കഴിക്കുന്നതാണ്. കുളമ്പ് പോലത്തെ ഏർലി കഴിക്കുന്ന വെറൈറ്റീസ് നമ്മുടെ കയ്യിലുണ്ട്. തായ്ലാൻഡ് ഓൾ സീസൺ ഒക്കെ ചിലപ്പോൾ 1 വർഷം 2 വർഷം പോകുന്ന കഴിച്ചു തുടങ്ങും. പ്ലാവിൽ തന്നെ നമ്മുടെ വിയറ്റ്നാം ഏർലിയൊക്കെ 2 വർഷം പോകുന്ന കഴിച്ചു തുടങ്ങുന്നുണ്ട്. 1 വർഷത്തിന് ശേഷം ഇപ്പോൾ കായ പിടിച്ചോളാം.
നല്ല ഹെൽത്ത് തൈകളൊക്കെ 2 വർഷത്തിൽ കായ കിട്ടിയവരും അങ്ങനെ വരുന്നുണ്ട്. 3 വർഷം വേണ്ട ആവശ്യം വരുന്നില്ല. ഏതായാലും ഇവരെ നിർത്തിയിട്ട് മറ്റൊരു കാര്യം നമുക്ക് പറയാനുള്ളത്, നമ്മളൊരു B2B സംവിധാനത്തിൽ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് ഹോൾസെയിൽ സംവിധാനത്തിലാണ് ഇവരെ കാര്യങ്ങൾ ഒട്ടുമിക്ക പ്രൊഡക്ഷനും അവർ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അവരുടെ ഇപ്പം ഒരു റീറ്റെയിൽ ഔട്ട്ലെറ്റിലാണ് ഇപ്പം നമ്മൾ നിൽക്കുന്നത്. അങ്ങനെ ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും നമുക്ക് അവൈലബിൾ ആണ് ഇതിൻ്റെ സംവിധാനങ്ങൾ. പല ആളുകൾക്കും ഇതൊരു ബിസിനസ് രൂപത്തിൽ താല്പര്യം ഉണ്ടെങ്കിൽ അതും ചിറയിൽ ചുങ്കം ഗാർഡൻസിനെ സമീപിക്കാം. അതുപോലെ തന്നെ നമ്മളെ പൊരയിലേക്ക് എന്തെങ്കിലും നമുക്ക് ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ, സിംഗിളായിട്ട് തൈകൾ വേണമെങ്കിൽ അതിനും ചിറയിൽ ചുങ്കത്തിനെ സമീപിക്കാം. അതിനൊക്കെ പുറമെ നമ്മളൊരു തൈ വാങ്ങി കൊണ്ടുപോയി കഴിഞ്ഞാൽ തിരിച്ചതിന് എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ തിരിച്ച് നഴ്സറിയിലോ നമ്മൾ വാങ്ങിയ സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ചില ആളുകളെ കാണാൻ പറ്റില്ല, അവർക്ക് അറിയില്ല, അങ്ങനത്തെ സംവിധാനങ്ങളുണ്ട്. പക്ഷേ നമുക്ക് ബാക്കി എന്താ നിങ്ങൾ പറയും? നമ്മളത് ഈ ഒരു ഗ്യാരണ്ടി ആയിട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ തൈകൾക്ക് കൊണ്ടുപോയിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരികയാണെങ്കിൽ നമ്മൾ ഇവിടുന്ന് അതിനാവശ്യമായിട്ടുള്ള ഫോളോ അപ്പ് ചെയ്യും. ഇനിയിപ്പോൾ അവർ പോയി നോക്കേണ്ട കാര്യം നമ്മളവിടെ പോയി നോക്കി വിസിറ്റ് ചെയ്ത് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ട ചെയ്ത് കൊടുക്കും. ഇനി നമ്മൾ പറഞ്ഞ ലിമിറ്റിൽ നമ്മൾ പറഞ്ഞ പോലെ ചെയ്തിട്ട് കാഴ്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ തൈകൾക്ക് അതിനായിട്ടുള്ള കോമ്പൻസേഷനോ കാര്യങ്ങൾ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് തൈകൾക്ക് ഒരു ഗ്യാരണ്ടി നമ്മൾ നൽകുന്നുണ്ട്. അത് ആദ്യമായിട്ടാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ അറിയാൻ കഴിയുന്നത്. കാര്യം എന്താ വെച്ചാൽ അതുകൊണ്ടാണ് അവരെ കൊണ്ട് തന്നെ ഞാൻ പഠിപ്പിച്ചത്. നമുക്ക് നമ്മുടെ സമയം, അതുപോലെ തന്നെ നമ്മളെ പൈസ, നമ്മളെ എഫേർട്ട് എല്ലാത്തിനും ഗ്യാരണ്ടീഡ് ആണ്, അതിൽ സംശയമില്ല. അതിൻ്റെ ഏകദേശം ഒരു 5 വർഷത്തിന് മുകളിലായിട്ട് നമ്മളിവിടെ ഈ പ്രവർത്തനങ്ങളായിട്ട് ഉണ്ടല്ലോ അല്ലേ ചിറയിൽ ഗാർഡൻസ്. അപ്പം ആ ഒരു എക്സ്പീരിയൻസിൽ തന്നെ അവർക്ക് ഇത്തരം വലിയൊരു പ്രോജക്റ്റിൽ ഇങ്ങനെ കൊടുക്കാൻ കഴിയുമെങ്കിൽ നമുക്ക് വിശ്വസിക്കാം. ഏത് സ്ഥലത്തു നിന്നും റീച്ചബിളായ ഒരു പ്രത്യേക ഒരു പ്രദേശത്താണ് ചിറയിൽ ചുങ്കം. കൊണ്ടോട്ടി എയർപോർട്ടിൻ്റെ തൊട്ടടുത്താണ് ഈ സംവിധാനമുള്ളത്. നമ്മളെ ഡിസ്ക്രിപ്ഷനിൽ ഇവരുടെ ലൊക്കേഷൻ്റെ മാപ്പിൻ്റെ ലിങ്ക് വെക്കുന്നുണ്ട്. ഡിസ്പ്ലേയിൽ നിരന്തരം നമ്മൾ അവരുടെ നമ്പർ വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഞാൻ പറയാനുള്ളത്, ഇതൊരു ഫാം ടൂറിസമാണ് യഥാർത്ഥത്തിൽ. കാരണം എന്താ വെച്ചാൽ നമ്മളെ കുട്ടികളായിട്ടും കുടുംബങ്ങളായിട്ടും അതുപോലെ തന്നെ പഠിക്കുന്ന കുട്ടികളെ ഈ വീഡിയോ വല്ല ടീച്ചേഴ്സും അധ്യാപകന്മാർ കാണുന്നുണ്ടെങ്കിൽ കുട്ടികൾ അവിടെ എത്തിക്കൽ നിർബന്ധം. കാര്യം എന്താ വെച്ചാൽ ഇതിൻ്റെ പ്രാധാന്യം അക്കാഡമിക്കലായിട്ട് ക്വാളിഫൈഡ് ആയ ആതിഫിനെ പോലത്തുള്ള ആളുകൾ, അതുപോലെ തന്നെ ഇതിൽ പാഷനായിട്ടുള്ള ആളുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇതുപോലത്തുള്ള സ്ഥാപനങ്ങൾ കുട്ടികളെ കൊണ്ടുവരിക, കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കുക, അതിനെപ്പറ്റി എഡ്യൂക്കേറ്റ് ചെയ്ത് കൊടുക്കൽ തലമുറകൾക്ക് അത്യാവശ്യമായ ഒരു സംവിധാനം കൂടിയാണ്. ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ഉള്ളത് മൾട്ടിൻ്റെ അടുത്താണ്. മൾട്ടി നേരത്തെ ആതിഫ് പറഞ്ഞ ആ തൈയിൻ്റെ അടുത്താണ് ഇപ്പം നമ്മളുള്ളത്. ഇതിൻ്റെ ഒരു പ്രത്യേകത ഒന്ന് പറയുകയാണെങ്കിൽ? ഇതിൻ്റെ പ്രത്യേകത വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഒരാൾക്ക് തന്നെ പല ഐറ്റംസ് മാങ്ങ കായ്ക്കണം, മാങ്ങ വേണം എന്നൊക്കെയുള്ള ഒരു ഐറ്റംസാണ് മൾട്ടി എന്ന് പറയുന്നത്. ഈ ഒരു തൈ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇത് ഇപ്പോൾ 1, 2, 3, 4, 5 ഐറ്റം തൈകളാണുള്ളത്. 5 ഐറ്റം. ഏതൊക്കെ ഒന്ന് പറയാൻ പറ്റുമോ? ഉണ്ട്. ഇതിലൊക്കെ നല്ലൊരു ടാഗ് ഉണ്ട്. ഇതിപ്പോൾ നാംഡോക്മായി ഉണ്ട്, ഇത് കാലാപ്പാടിയാണ്, ഇത് മല്ലിക ഉണ്ട്. ഇതിനപ്പുറത്ത് ജസ്റ്റ് നമുക്ക് ഏതാണ് വൈറ്റ് മൂവാണ്ടെന്നാണോ, അത് തായ്ലാൻഡ് ഓൾ സീസണാണ്. എല്ലാത്തിനും അതിൻ്റെ ടാഗ് ഉണ്ട്. ഇത് വരുന്ന അപ്പൂസ്, അൽഫോൺസിന്റെ അപ്പൂസ് വെറൈറ്റീസ് ആണ്. അങ്ങനെ 5 ഐറ്റം മാങ്ങയാണ് ഇപ്പം നിലവിൽ ഇതിലുള്ളത്. അതെ, ഇതിന് അതുപോലെ നമ്മൾ ഇത് ചെയ്തിട്ടുള്ള ഈ മരം, ഇത് ഓൾറെഡി ഒരു മരം ഗ്രാഫ്റ്റ് ചെയ്ത വെറൈറ്റി ആയിരിക്കും. സ്വാഭാവികമായിട്ടും ഇത് ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള വെറൈറ്റി സേലമായി ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ എന്തെങ്കിലും കാരണം ഒരു കമ്പ് ഇതിൽ ഉണങ്ങിപ്പോയി തീർന്നു പോവാണെങ്കിൽ തന്നെ പൊട്ടി വരുന്ന കമ്പും ഒരു വെറൈറ്റി ആയിരിക്കും, ലോക്കൽ വെറൈറ്റി ആവില്ല. ഗ്രാഫ്റ്റ് ചെയ്ത മരത്തിൽ തന്നെയാണ് നമ്മൾ മൾട്ടി ചെയ്യുന്നത്. പിന്നെ നമ്മൾ തന്നെ നമ്മുടെ ഉണ്ടാക്കിയാൽ നമ്മൾ തന്നെ ഇവിടെ ഒരു ഡെമോക്രസി സൈഡിൽ നമ്മൾ വെച്ചിട്ടുണ്ട്. കാരണം നമ്മളത് കായ്ച്ചിട്ട് വേണം നമുക്കൊരു ഉദ്ഘാടനം. കുറെ എണ്ണം പൂത്ത് കായ്ച്ചു തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾ പോണേക്ക് ഡ്രമ്മുകളിലൊക്കെ പോയി നോക്കി കാണാൻ പറ്റും, ഒക്കെ പൂത്ത് കായ്ച്ചു തുടങ്ങിയിട്ടുണ്ട്. എന്തിനാ പറയും ചെയ്ത് നമ്മൾ ഈ തൊയ്യാണല്ലോ, വിൽക്കാൻ വെച്ചതിന് പൂത്ത് തുടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ സാധാ നാട്ടിൻ മാവായിട്ടുള്ള കോമാവ് പറയുന്നത്, നമ്മുടെ കോമാങ്ങ, അതിൻ്റെ തൈകളാണിത്. ഇത് നമ്മളിവിടെ ഗ്രാഫ്റ്റ് ചെയ്യുന്നുണ്ട്. ലോക്കൽ വെറൈറ്റീസ് ആയിട്ടുള്ള കുറേ ഐറ്റംസ്. ഇത് മാത്രമല്ല, അപ്പം അത് തന്നെ ഓളർ മാങ്ങ, അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ പണ്ടുണ്ട് ചന്ദ്രക്കാരൻ, നമ്മളതിന് പണ്ട് പറയുമല്ലോ ഒഴിവാക്കിയിട്ട് പറയും മുണ്ടപ്പ, അമ്മിണി, ചേലൻ, അങ്ങനത്തെ കഷായം മാവ്, അങ്ങനത്തെ ലോക്കൽ സൈഡിലെ വെറൈറ്റീസ് നമ്മൾ ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല, അതിനോടൊപ്പം തന്നെ വിദേശ വെറൈറ്റി ആയിട്ടുള്ള നാംഡോക്മായി, കാട്ടിമൂണും, നല്ല ലീഡിങ്ങുള്ള കാലാപ്പാടി, ഉദാത്തത്ത് പോലത്തെ അങ്ങനത്തെ മാങ്ങ, ബ്രൂണോ കിങ് പോലത്തെ അതും നമ്മൾ ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ നമ്മുടെ ഇന്തോനേഷ്യൻ അൽഫോൺസ് എന്നൊക്കെ പറഞ്ഞൊരു മാങ്ങയാണ്. ഇത് നമുക്കൊരു ജസ്റ്റ് നമ്മൾ കളക്ഷനായിട്ട് എടുത്താണ്. ഈ മാങ്ങ ഇപ്പോൾ ഏകദേശം നമുക്കൊരു ഓൾ സീസണായിട്ട് കായ്ക്കുന്നൊരു മാങ്ങയാണ്. ഏകദേശം എല്ലാ കാലാവസ്ഥയിലും മാങ്ങ ഉണ്ടാവുന്നതാണ്. നല്ല ടേസ്റ്റുള്ള മാങ്ങ തന്നെയാണ്. ഇത് അതേപോലെ തന്നെ റോയൽ സ്പെഷ്യൽ എന്ന മറ്റൊരു മാങ്ങയാണ്. ഈ മാങ്ങയൊക്കെ നമ്മുടെ ഇവിടെ കുറച്ച് വ്യത്യസ്തമായ മാങ്ങകളാണ്. അപ്പോൾ നമ്മളിൽ ജസ്റ്റ് എന്താ പറയുക, ഇപ്പോൾ നേരത്തെ പറഞ്ഞു നാടൻ ഇനങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഇതൊരു വെസ്റ്റേൺ ഇനംസായിട്ട് കൂട്ടാൻ പറ്റുന്ന സാധനങ്ങളുമാണ് വരുന്നത്.
ഇത് നമ്മുടെ വെങ്ങനപ്പള്ളി എന്ന് പറഞ്ഞ മാവാണ്. നമുക്കറിയാലോ 500-400 ഗ്രാം വരുന്ന കടകളിൽ സുലഭമായി കിട്ടുന്ന സാധനം ഉണ്ടല്ലോ, നമ്മളിപ്പോൾ നല്ല ഫുള്ളി റൗണ്ടായിട്ട് മഞ്ഞച്ച് വരുന്നൊരു മാങ്ങ, നല്ല ഹൈലി ഫ്ലഷ് ആയിട്ടുള്ളത്. നമ്മുടെ സിന്ദൂര മാങ്ങ നമുക്കറിയാവുന്ന നല്ല എന്താ പറയുക ഹൈലി ഫ്ലഷ് ആയിട്ടുള്ളതും നല്ല മധുരമുള്ളതുമായിട്ടുള്ള മാങ്ങയാണ്. ഡേറ്റുമായിട്ട് നമ്മുടെ നാട്ടിലൊക്കെ നമുക്ക് എല്ലാവരും കഴിച്ചിട്ടുണ്ടാവും. നോർമലായിട്ട് ഉണ്ടാവുന്ന നമ്മുടെ നാട്ടിലുണ്ടാവുന്ന നല്ലൊരു ഐറ്റം മാങ്ങയാണ് ഇത്. നമ്മുടെ ഹിമാപസന്ത് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു മാങ്ങ നമുക്ക് ഏകദേശം 1 കിലോ അടുത്ത് വരും, ഒരു 800-900 ഗ്രാമൊക്കെ വരാറുണ്ട്. ഫ്ലഷ് കണ്ടൻറ്റ് വളരെ കൂടുതലാണ്, അണ്ടി വളരെ ചെറുതുമായിരിക്കും മാങ്ങയുടെ, ജസ്റ്റ് ഒരു പെയിൽ യെല്ലോ കളറായിരിക്കും, ചെറിയൊരു യെല്ലോ കളറായിരിക്കും. ഫ്ലഷിൻ്റെ ഭാഗമൊക്കെ പക്ഷേ നല്ല മധുരമായിരിക്കും. നമ്മുടെ നാട്ടിൽ നല്ലപോലെ കായ്ക്കുന്നുണ്ട്, നല്ല ടേസ്റ്റുള്ള ഒരു ഫ്ലേവേർഡ് ടേസ്റ്റുള്ള മാങ്ങ. നമ്മുടെ അൽഫോൺസോ മാങ്ങയെ പരിചയപ്പെടുത്തേണ്ട ആവശ്യം ഉണ്ടാവില്ല, കിങ് ഓഫ് മാംഗോസ്, അതായത് മാങ്ങകളുടെ രാജാവ് എന്നറിയപ്പെടുന്ന സാധനമാണ് അൽഫോൺസ്. ശേഷം എന്താ പറയുക, നമ്മുടെ ഇന്ത്യൻ ക്ലൈമറ്റ് നന്നായിട്ട് കായ്ക്കുന്നൊരു മാങ്ങയാണ്. അതുപോലെ ജസ്റ്റ് എന്താ പറയുക ടേസ്റ്റിൻ്റെ കാര്യത്തിൽ, അതുകൊണ്ടാണ് ഇതിനെ കിങ് എന്ന് പറയാൻ കാരണം, നല്ല ടേസ്റ്റാണ്. ഓക്കെ, ഇപ്പോൾ ഈ കാണുന്ന മാവുകൾ കണ്ടത് നമ്മുടെ വെസ്റ്റേൺ വെറൈറ്റീസ് ആയിട്ടുള്ള മാങ്ങകളാണ്. ഇതിൽ നമുക്കിപ്പം കാട്ടിമൂണ്, മിയാസാക്കി, ഹുജായി, R2E2, അതായത് ജംബോ റെഡ് എന്ന് പറയുന്ന R2E2, ബനാന, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഒരു കുജഫ്, റെഡ് പൾമർ, അങ്ങനെ ജസ്റ്റ് നമ്മൾ കുറച്ച് ഐറ്റംസ് ഉണ്ട്. ഈ മാവുകൾ നമ്മൾ പുറത്തുനിന്ന് ഇറക്കിയ മാവുകളാണ്. കാരണം എന്താ വെച്ചാൽ നമ്മുടെ ഈ വെറൈറ്റീസ് നമ്മുടെ കേരളത്തിൽ മാവ് കായ്ച്ച് തുടങ്ങിയിട്ടില്ല, പല ഭാഗങ്ങൾ കായ്ച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇതിനെ നമ്മൾ ഈ നാംഡോക്കുമായി നമ്മൾ വെച്ച് കായ്ച്ച് നമ്മൾ സ്വന്തമായി ചെയ്യുന്നുണ്ട്. കാട്ടിമൂണ് നമ്മൾ മരങ്ങൾ വെച്ച് മധുരമരം കായ്ച്ച ശേഷം നമ്മൾ സ്വന്തമായി ഉൽപ്പാദനം തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ബനാനയെ നമ്മൾ ഉൽപ്പാദനം തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ ഇന്തോനേഷ്യൻ അൽഫോൺസ്, റോയൽ സ്പെഷ്യൽ, അതൊക്കെ നമ്മുടെ കാഴ്ച നമ്മൾ ഉൽപ്പാദനം തുടങ്ങിയിട്ടുണ്ട്. മറ്റു ഐറ്റംസ് നമ്മളിപ്പോൾ ഇത് പുറത്തിറക്കിയതാണ്, കാരണം ആവശ്യക്കാർ കൂടുതലും നമ്മൾ ചോദിക്കുന്നത് കൊണ്ട് നമ്മൾ പുറത്തിറക്കി വിൽക്കുന്നതാണ്. കാരണം നമ്മളിതിൻ്റെ പ്രത്യേകിച്ച് നമുക്ക് ടാഗ് നോക്കി മനസ്സിലാവും, ഇതിൻ്റെ ടാഗിനൊക്കെ ശ്രദ്ധിക്കാൻ മനസ്സിലാവും. ഇതിൻ്റെ ടാഗിൽ നമ്മുടെ എംബ്ലം ഇല്ല, പേര് മാത്രമേ കാണുള്ളൂ. അന്നേരം നമ്മുടേതായിട്ടുള്ള തൈകളാണെന്നുണ്ടെങ്കിൽ, നമ്മൾ ഉണ്ടാക്കിയ തൈകൾക്കാണെങ്കിൽ ഇതായിട്ട് നമ്മുടെ എംബ്ലം ഉള്ള ടാഗ് ഉണ്ടാവും. നമ്മൾ എംബ്ലം ഉണ്ടെങ്കിൽ ആ തൈകൾ നമ്മൾ ഉണ്ടാക്കി നമ്മൾ ഗ്യാരണ്ടി ചെയ്യുന്ന തൈകളാണ്, കാരണം നമ്മൾ ഉണ്ടാക്കി വിൽക്കുന്ന തൈകളാണ്. അതല്ല മറ്റേ തൈകൾക്ക് നമ്മൾ സാധാ അതിൻ്റെ ടാഗേ കൊടുക്കുകയുള്ളൂ. അങ്ങനെ നമ്മൾ ശ്രദ്ധിച്ചിട്ട് നമ്മളെ കാര്യം. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന നമുക്ക് നമ്മുടെ നഴ്സറി ഒരു ഗവൺമെൻറ് അപ്രൂവ്ഡ് ലൈസൻസ് ഉള്ള നഴ്സറിയാണ്. അതായത് ഉൽപ്പാദനത്തിനും വിൽപ്പനയ്ക്കും നമുക്ക് ലൈസൻസ് ഉണ്ട്. അപ്പോൾ ലൈസൻസ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ജസ്റ്റ് ഈ തൈകൾ നമുക്ക് ഉൽപ്പാദനം ചെയ്യുന്ന തൈകളും ഇതും നമുക്ക് തന്നെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 2 ടാഗായിട്ട് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു വെസ്റ്റേൺ വെറൈറ്റീസ് മാത്രമേ നമ്മൾ പുറത്തിറക്കി കൊടുക്കുന്നുള്ളൂ. ബാക്കിയുള്ള നമ്മുടെ നാട്ടിൽ ലോക്കലായിട്ടുള്ളതൊക്കെ നമ്മൾ ഇവിടെ തന്നെ ചെയ്യുകയാണ്. ഇതിൻ്റെ മധുരമരം നമ്മൾ വെച്ചിട്ടുണ്ട്. ഇവിടെ കാഴ്ച തുടങ്ങിയപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ മറ്റേ പോലെ കാഴ്ച തുടങ്ങിയത് നമ്മൾ തന്നെ സ്വന്തമായി ഉൽപ്പാദിപ്പിക്കും, അല്ലാത്ത മാത്രമേ നമ്മൾ പുറത്തേക്ക് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമ്മളിത് നമ്മുടെ പ്ലാവിൻ്റെ ഏരിയയാണ് വരുന്നത്. ജസ്റ്റ് പ്ലാവുകൾ നമ്മുടെ അടുത്ത് ഇതുപോലെ തന്നെ ഒരു 10ഓളം വെറൈറ്റീസ് വരുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ തന്നെ നാടൻ ഇനങ്ങളും ഇപ്പോൾ നമ്മുടെ വിയറ്റ്നാം ഏർലി നമ്മൾ നേരത്തെ പറഞ്ഞു 2 വർഷത്തിനുള്ളിൽ കായ്ക്കുന്ന വിയറ്റ്നാം ഏർലി പോലെ തൈകൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ പറഞ്ഞ സിദ്ധു, സിന്ദൂർ, തേൻവരിക്ക, മുട്ടമരിക്ക പോലത്തെ പഴയ നല്ല വെറൈറ്റീസ് പോലും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. 2 നമ്മുടെ കയ്യിൽ വരുന്നുണ്ട്. അതിപ്പോൾ സിന്ദൂർ വെറൈറ്റി പറഞ്ഞാൽ വർഷം 2 വട്ടം കായ്ക്കും. ശേഷം കാഴ്ചയൊക്കെ 4-4.5 വർഷത്തോളം എടുക്കുമെങ്കിലും കാഴ്ച ഞാൻ വർഷം 2 വട്ടം കായ്ക്കുന്ന എക്സ്പോർട്ടിങ് നന്നായിട്ട് പോകുന്ന ചക്കയാണ് സിന്ദൂർ. റെഡാണ്, പ്യൂർ റെഡ് കളർ വരുന്ന ചക്കയാണ്. അതുപോലെ തന്നെ ഇതിൽ നമ്മുടെ കയ്യിൽ റെഡും യെല്ലോ 2 കളർ വരുന്നുണ്ട്. റെഡ്, യെല്ലോ, ഓറഞ്ച് 3 കളറായിട്ട് വരുന്നുണ്ട്. നമ്മുടെ കംബോഡിയൻ പോലെ ഓറഞ്ച് വരുന്ന ചക്ക നമ്മുടെ കയ്യിൽ വരുന്നുണ്ട്, ഏർലി വെറൈറ്റീസ് ആയിട്ടുള്ള. അതുപോലെ വിയറ്റ്നാം ഏർലി യെല്ലോ ആണെങ്കിൽ ഏർലി വെറൈറ്റീസ് ആയിട്ടുള്ള വിയറ്റ്നാം. അതിന് കുറച്ച് ലേറ്റ് ആയിട്ട് വരികയും ടേസ്റ്റ് കൂടുതലുള്ള J33. പിന്നെ നമ്മുടെ സിദ്ധു അല്ല, നമ്മുടെ നോർമലായിട്ട് വരുന്ന തേൻവരിക്ക, മുട്ടം വരിക്ക, സിംഗപ്പൂർ വരിക്ക പോലെ വരുന്നതൊക്കെ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. പിന്നെ റെഡ് കളറിൽ വരുന്ന സിദ്ധു, സിന്ദൂർ പോലത്തെ നല്ല അങ്ങനത്തെ ചക്കകളും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. ഇത് നമ്മുടെ കയ്യിൽ അവൈലബിൾ റംബൂട്ടാൻ തൈകളാണ്. ഇതിൽ നമുക്ക് ജസ്റ്റ് ഏകദേശം പല വെറൈറ്റീസ് നമ്മുടെ കയ്യിൽ വരുന്നുണ്ട്. ഇപ്പം നമ്മുടെ N18, അതിന് ഏറ്റവും ലീഡിംഗ് ആയിട്ട് എല്ലാവരും കൊണ്ടുപോകുന്ന N80 വെറൈറ്റി ഉണ്ട്. അതുപോലെ തന്നെ അതിലാണ് നല്ല വെറൈറ്റീസ് ആയിട്ടുള്ള മൽവാന, അതുപോലെ തന്നെ നമ്മുടെ റോങ്ക്രിയാൻ, അതുപോലെ തന്നെ നമ്മുടെ ജസ്റ്റ് മഞ്ഞ കളറിൽ വരുന്ന E35 ഉണ്ട്. E35 മഞ്ഞ വരുന്നുള്ളൂ, ബാക്കിയൊക്കെ റെഡ് കളറിലാണ് വരുന്നത്. റോങ്ക്രിയാൻ ആയാലും മൽവാന ആയാലും ഒക്കെ നമുക്ക് റെഡ് കളറാണ് വരുന്നത്. സ്കൂൾ ബോയ് വരുന്നുണ്ട്, സീസർ വരുന്നുണ്ട്. അങ്ങനെ 6-7 വെറൈറ്റികൾ നമ്മുടെ കയ്യിൽ റംബൂട്ടാൻ തന്നെ വരുന്നുണ്ട്. പിന്നെ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള പറ്റുന്ന ചിക്കു ആണ്. ചിക്കു തന്നെ നമ്മുടെ കയ്യിൽ ക്രിക്കറ്റ് ബോൾ, അതുപോലെ തന്നെ പാല, അതുപോലെ തന്നെ നമ്മുടെ അടുത്തുള്ള ബനാന ചിക്കു, അതുപോലെ തന്നെ നമ്മുടെ ജസ്റ്റ് പല വെറൈറ്റീസ് നമ്മുടെ കയ്യിൽ വരുന്നുണ്ട്. ഒരു 5-6 കൂടുതൽ വെറൈറ്റീസ് ഉണ്ട്. വെരിഗേറ്റഡ് ആയിട്ടുള്ള ചിക്കു വരെ നമ്മുടെ അവൈലബിൾ ആണ്. അതായത് ചിക്കുവിൽ തന്നെ ചെറിയൊരു കാഴ്ച ഭംഗിക്കും നടാനോട് വേണ്ടിയിട്ടാണ് വെരിഗേറ്റഡ് ചിക്കു അധികം കൊണ്ടുപോകുന്നത്. ഇലയിലൊരു ഡിസൈൻ ഉണ്ടാവും, അതുപോലെ തന്നെ പഴത്തിനും ഡിസൈൻ ഉണ്ടാവും. പിന്നെ നല്ലപോലെ കായ്ഫലം തരുന്നതായിട്ടുള്ള ബനാന ആയാലും നമ്മുടെ കാലാപ്പത്തായാലും ക്രിക്കറ്റ് ബോൾ, പാല ബോൾ, ചിക്കുകളൊക്കെ നമ്മുടെ ഇവിടെ എല്ലാം സുലഭമായിട്ട് നമ്മുടെ ഇവിടെ അവൈലബിൾ ആണ്. ഇത് നമ്മുടെ ജാതിയാണ് തൈകൾ വരുന്നത്. ഇത് നമ്മൾ ഇവിടെ തന്നെ ഉൽപ്പാദിപ്പിക്കുന്നതാണ് ജാതി. പുതിയതായി ജാതി പ്രൊഡക്ഷൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ഇതിലിപ്പം കൊച്ചു കുടിയൻ, അതുപോലെ തന്നെ നമ്മുടെ വിശ്വശ്രീ, കെൻറ്റിങ്ങര പോലത്തുള്ള ജസ്റ്റ് നമ്മുടെ അങ്ങനത്തെ എല്ലാ ഐറ്റംസും നമ്മളിപ്പോൾ ചെയ്യുന്നുണ്ട്. ഈ 3 നിലവിൽ ചെയ്ത് തുടങ്ങിയിട്ടുള്ളത്. ബാക്കി ഐറ്റംസ് നമ്മൾ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്, ഓരോന്നായിട്ട് വരുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ബട്ടർ നമ്മുടെ ട്രോപ്പിക്കൽ ബട്ടറാണ്. അതായത് ചൂട് കാലത്ത് കായ്ക്കുന്ന ബട്ടറിൻ്റെ തൈകളുള്ളത്. നമ്മളൊരു ഒറ്റ വെറൈറ്റി എന്ന രീതിയിൽ ട്രോപ്പിക്കൽ ബട്ടർ എന്നുള്ള ഒറ്റ വെറൈറ്റീസ് മാത്രമേ നമ്മളിപ്പോൾ സെയിൽ ചെയ്യുന്നുള്ളൂ. അതായത് ചൂട് കാലത്ത് നമുക്ക് വിളവ് തരുന്ന തരത്തിലുള്ള ബട്ടർ മാത്രമേ
നമ്മൾ നിലവിലിപ്പോൾ ഉണ്ടാക്കുന്നുള്ളൂ. ഇതിൽ ജാതി, അതുപോലെ തന്നെ കുരുമുളക്, ബട്ടർ, ഇതൊക്കെ എനിക്ക്, അതുപോലെ തന്നെ നമ്മൾ കഴുങ്ങ്, തെങ്ങ്, ഇതൊക്കെ ശരിക്കും നമ്മൾ വീട്ടിലുണ്ടാക്കിയാൽ പോലും നമുക്ക് സാമ്പത്തികമായിട്ട് ഏണിങ്ങിന് പറ്റുന്ന സംവിധാനങ്ങളല്ലേ? നമ്മളെ മാങ്ങ അതുപോലെ തന്നെ പേരക്ക പോലെ അല്ല, അങ്ങനെ തന്നെ അല്ലേ? വരുമാനം കിട്ടുന്ന അങ്ങനെ കൂടി നമുക്ക് ഇവിടെ നിന്നുള്ള നമുക്ക് ഒരു ബെനിഫിറ്റ് എന്താ വെച്ചാലേ, ഇതൊക്കെ നല്ല നമുക്ക് ഫലം തരുന്നതും അതുപോലെ തന്നെ നല്ല റിസൾട്ട് പെട്ടെന്ന് കിട്ടുന്നതും ആയതുകൊണ്ട് ഒരു കാർഷിക രൂപത്തിൽ നമുക്ക് ഒരു വിൽപ്പന ഒക്കെ പ്രതീക്ഷിച്ചിട്ട് നമുക്ക് സാമ്പത്തികമായിട്ട് ഏണിങ്സ് പ്രതീക്ഷിച്ചുകൊണ്ട് ചെയ്യാവുന്ന സംവിധാനങ്ങളാണ് ഈ ബട്ടർ ആണെങ്കിലും അതുപോലെ തന്നെ ജാതി ആണെങ്കിലും കുരുമുളകാണെങ്കിലും ഒക്കെ അല്ലേ? അതെ, കാരണം മാർക്കറ്റിൽ വാല്യൂ കൂടുതൽ കിട്ടുന്ന വാല്യൂ കൂടുതൽ ലഭിക്കുന്നതാണ്. അതെ, നല്ല ഡിമാൻഡുള്ള ഐറ്റമാണ്, നമുക്ക് പുറത്തേക്കും വിൽക്കാൻ പറ്റുന്ന. അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് നമ്മളെ ചിറയിൽ ഗാർഡൻസിൽ വന്നു കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു ബെനിഫിറ്റ്, നമുക്ക് കുറച്ച് ചെറിയൊരു സ്ഥലത്തിലും നല്ല രൂപത്തിൽ നമുക്ക് ഏണിങ്സ് ഉണ്ടാക്കാൻ ഒരു പദ്ധതി ഉണ്ടെങ്കിൽ ഇവരെ സമീപിച്ചു കഴിഞ്ഞാൽ ഒരു പ്രോജക്റ്റ് ഇവരെ തന്നെ ബിൽഡ് ചെയ്ത് നിങ്ങൾക്ക് സംവിധാനിച്ച് തരുന്ന സംവിധാനങ്ങൾ ഇവിടെ ഉണ്ട്. അതൊന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അതെ, നമ്മൾ പ്ലാന്റേഷൻസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. തോട്ടം ഏരിയസ് ഉണ്ടെങ്കിൽ നമ്മൾ തോട്ടം വെച്ചെടുക്കുന്ന പരിപാടി നമ്മൾ ചെയ്യുന്നുണ്ട്. അതെ. അപ്പം ആ ഒരു സംവിധാനങ്ങൾ ഇപ്പം കൂടുതൽ ആളുകൾ അതിൽ പ്രത്യേകിച്ച് അതൊരു ട്രെൻഡ് എന്ന് പറയാൻ പറ്റില്ല, അതൊരു നല്ലൊരു സാധ്യത ഇവിടെ നമ്മുടെ നാട്ടിൽ വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നും ഒക്കെ നല്ല സപ്പോർട്ടാണ്. കുരുമുളക് കർഷകർക്ക് സബ്സിഡിയും കാര്യങ്ങളൊക്കെ ഗവൺമെന്റ് അതെ ഫ്യൂച്ചറിലുള്ള ഒരു ബിസിനസ്സും കൂടിയാണ്. നമുക്ക് ഈ ഗവൺമെന്റ് ലൈസൻസ് ആയതുകൊണ്ട് ഇവിടുന്ന് എടുക്കുന്ന ബില്ലുകൾക്കാണ് സബ്സിഡി വരുന്നതെന്ന് എനിക്ക് തോന്നുന്നതാണ്. ലൈസൻസ് വേണം. അധികം ഇവിടെ വന്ന് അധികം കസ്റ്റമേഴ്സ് അങ്ങനെയുള്ളവർക്ക് നമ്മുടെ കൃഷി എന്നൊക്കെ അവർ ഇങ്ങോട്ടാണ് സജസ്റ്റ് ചെയ്യുക. കാരണം ഈ അടുത്തൊന്നും വേറെ ഒരു ഗവൺമെന്റ് അപ്രൂവ്ഡ് പ്രൊഡക്ഷൻ സെന്റർ ഇല്ല. പിന്നെ നഴ്സറികൾ അടുത്തടുത്ത് വരുന്നതൊക്കെ ഉണ്ട്, പക്ഷേ എനിക്ക് അധികം വളരെ കുറവാണ്. ലൈസൻസ് നഴ്സറികളില്ല കേരളത്തിൽ, വളരെ കുറവാണ്. ഞാൻ മുന്നേ ഒരു ദിവസം ഇവിടെ വന്ന സമയത്താണ് നമ്മുടെ തൃശ്ശൂർ ഭാഗത്തേക്ക് ഒരു ബാങ്കിൻ്റെ ആളുകൾ ഇവിടെ വന്നിട്ട്, ഒരു സഹകരണ ബാങ്കിൻ്റെ ആളുകൾ. അപ്പോൾ തൃശ്ശൂരിൻ്റെ അടുത്താണ് മണ്ണുത്തി, പക്ഷേ ഇവിടെ വന്നിട്ടാണ് അവർ തൈ കൊണ്ടുപോകുന്നത്. അപ്പോൾ എന്നെ വന്നിട്ട് അത്ഭുതപ്പെടുത്തി. ഒരു വലിയൊരു ലോറി വന്നിട്ടാണ് ഇവിടെ നിന്ന് കൊണ്ടുവന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാൽ അത്രയും ട്രസ്റ്റബിൾ ആയിട്ടുള്ള തൈകൾ നമുക്ക് ചിറയിൽ ഗാർഡൻസിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഇങ്ങനത്തെ പദ്ധതികളുണ്ടെങ്കിൽ അവർ സപ്പോർട്ട് ചെയ്യുവാണ്. അതിൻ്റെ പദ്ധതികൾ പലയിടത്തുണ്ട്. ഇത് നമ്മുടെ മാംഗോസ്റ്റിൻ്റെ തൈകളാണ് ജസ്റ്റ് വരുന്നത്. ഫുള്ള് നമ്മുടെ സാധാരണ ഇതിനെ വിത്തിട്ട് മുളപ്പിക്കുന്ന തൈകളാണ് വരുന്നത്. കാരണം ജസ്റ്റ് ഗ്രാഫ്റ്റും ഇതിൽ വലിയ മാറ്റം വരുന്നില്ല, ചെറിയ ഡിഫറൻസുകളിൽ വരുന്നുള്ളൂ. അധികവും സീഡാണ് എല്ലാവരും നമ്മുടെ മാംഗോസ്റ്റിനെ എപ്പോഴും പ്രിഫർ ചെയ്യാറ്. ഇത് നമ്മുടെ ഏകദേശം ഇത് മുഴുവൻ വരുന്ന മാംഗോസിൻ്റെ തൈകളാണ്. പല ഏജിലുള്ള തൈകൾ നമുക്കിവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ഇത് നമ്മുടെ ബയോഫ്ലോക്കിൻ്റെ മീൻ കൃഷിയാണ്. ഇതിൽ നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ ഈ മീൻ കൃഷിയിൽ വരുന്ന വെള്ളം കൂടുതൽ അമോണിയ ഉള്ള വെള്ളമായിരിക്കും. കാരണം മീനിൻ്റെ വേസ്റ്റൊക്കെ ഉള്ളതുകൊണ്ട് ഈ വെള്ളം കൊണ്ടാണ് നമ്മൾ നനക്കുന്നത്. നമ്മൾ ആഴ്ച ഒരു ദിവസം 2 ദിവസമോ അങ്ങനെ കണക്കാക്കിയ ശേഷം ഈ വെള്ളം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നനയ്ക്കാനും ഉപയോഗിക്കും. അപ്പം തൈകൾക്ക് വളർച്ചയ്ക്ക് സഹായിക്കും. പിന്നെ ഇത് നമ്മുടെ ഒരു ഡ്രമ്മിൻ്റെ ഏരിയയാണ്. നമ്മൾ ജസ്റ്റ് ഇങ്ങനെ നമ്മൾ ഡ്രമ്മിൽ തൈകൾ ഉണ്ടാക്കുന്നതാണ്. നമ്മൾ കൂടുതലായിട്ടും പോകുന്ന ഹൗസ് വാമിങ്ങിനും കാര്യമൊക്കെ ഏറ്റവും കൂടുതൽ നമുക്കിത് പോയിക്കൊണ്ടിരിക്കുന്നത് നല്ലത്. ഡ്രമ്മിൽ നമുക്ക് ചക്ക ഇത് കാഴ്ച വയ്ക്കുന്നുണ്ട് വിയറ്റ്നാമേറിൽ. ഒരു ഇതെല്ലാം എല്ലാം നമുക്ക് അധികവും കാഴ്ച തൈകളാണ് കൂടുതലും വരുന്നത്. അത് നമുക്ക് എല്ലാ ഐറ്റംസും ഉണ്ട്. മാവായിക്കോട്ടെ, പ്ലാവായിക്കോട്ടെ, നാരങ്ങ ആയിക്കോട്ടെ, ബുഷ് ഓറഞ്ച്, അങ്ങനെ ഒരു എല്ലാ ഐറ്റംസും നമ്മൾ ഡ്രമ്മിൽ സെറ്റ് ചെയ്ത് കൊടുക്കാറുണ്ട്. ഇത് ആളുകൾക്ക് ജസ്റ്റ് കൂടുതലും വീട്ടിലെ എന്താ പറയുക, നമ്മുടെ വീട്ടിൽ സ്ഥലമില്ലാത്ത ഇൻ്റർലോക്കുള്ള ആളുകളോ ടെറസ് കൃഷി ചെയ്യുന്ന ആളുകൾക്കൊക്കെയാണ് കൂടുതലും സൂട്ടബിളായിട്ട് വരുന്നത്. അതിന് പുറമേ നമ്മുടെ ഹൗസ് വാമിങ്ങിനൊക്കെ ആയിട്ടും ഈ സാധനം അധികം പോകാറുണ്ട്. ഇനി നമുക്ക് ഇവിടെ വെച്ചതല്ല, മുൻകൂർ വേണം, അല്ല അവിടെ പോയി സെറ്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ വീടുകളിൽ പോയിട്ട് ഡ്രമ്മ് സെറ്റ് ചെയ്ത് കൊടുക്കാറുണ്ട്. ഇത് നമ്മുടെ വെരിഗേറ്റഡ് പേരയാണ്. പേരയത്തിൻ്റെ എന്താ പറയുക, വെള്ളയും പച്ചയും കൂടി കളർ മിക്സായിട്ട് വരുന്ന പേരയാണ്. ഇലയിലും ഫ്രൂട്ടിലും ഇതുപോലെ തന്നെ ഉണ്ടാവും. നമ്മുടെ ഒരു വീട്ടിലൊരു പഴവർഗ്ഗമായിട്ടും ഒരു അലങ്കാരമായിട്ടും കൂടി ഉപയോഗിക്കാൻ വേണ്ടി കൊണ്ടുപോകാറുണ്ട്. ഇതതിൻ്റെ തന്നെ വെരിഗേറ്റഡ് മറ്റൈറ്റം. ഇത് നമ്മുടെ വെരിഗേറ്റഡ് ബുഷ് ഓറഞ്ച്. അതുപോലെ തന്നെ ഇലയിൽ പച്ചയും വെള്ളയും കൂടി മിക്സ് ആയിരുന്ന തരത്തിലുള്ളതാണ്. ഇതിനോട് മിക്സാക്കി വെച്ചാൽ രണ്ടും ഉണ്ട്. സാധാ ബുഷ് ഓറഞ്ച് കൂടി മിക്സാക്കിയിട്ട് വെച്ചാണ്. ഇത് മാത്രമായിട്ട് നമ്മൾ കൊടുക്കാറുണ്ട്. ഇത് നമ്മുടെ സീഡ്ലെസ് ലെമൺ, വിത്തില്ലാത്ത നാരങ്ങ. ഇത് നമ്മുടെ കുരുമുളകാണ്. നമ്മൾ പൈപ്പിലൊക്കെ ചെയ്തിട്ടുള്ള കുരുമുളകാണ്. ഡെമോ പ്ലോട്ട് വെച്ചാണല്ലേ നല്ല കുരുമുളക്, പന്നിയൂരാണ് ഐറ്റം. അപ്പോൾ ഇത് നമ്മുടെ ജസ്റ്റ് പെപ്പർ ഒരു കുരുമുളക് പൈപ്പ് സെറ്റിങ്സിനുണ്ട്. ഡ്രമ്മും പൈപ്പുമാണ്. ഇപ്പോൾ സ്ഥലമില്ലാത്തവർക്കൊക്കെ നമുക്ക് എന്താ പറയുക, കോൺക്രീറ്റ് ബദലോ ഇൻ്റർലോക്ക് ടൈമിലൊക്കെ ചെയ്യാൻ പറ്റും. ഡ്രമ്മിൽ കുരുമുളകിനെ സെറ്റ് ചെയ്യുന്ന രീതിയാണ്. ചിറയിൽ ചുങ്കം ഗാർഡനിൽ വന്നു കഴിഞ്ഞാൽ വെറും തൈയും ചെടികളും മാത്രമല്ല, ഇവിടെ ഈ ഇരുത്തുണ്ടല്ലേ, ഇത് ഒരു ഗാദറിംഗ് ഒക്കെ ഇവിടെ നടക്കൂലേ? ഇവിടെ നടക്കാറുണ്ട്. കാര്യമായിട്ട് ഈ ഒരു നമ്മളെന്താ റമദാൻ ടൈമിലൊക്കെ ഇഫ്താർ മീറ്റുകളൊക്കെ അല്ലേ. ഇനി ഇഫ്താറാണ് വരാൻ പോകുന്നത്. ഏതായാലും ഇഫ്താറിന് ആളുകൾക്ക് കാണിക്കുന്ന നമ്പർ തന്നെ വിളിക്കാം. കഴിഞ്ഞവരൊക്കെ നടന്നിട്ടുണ്ട്. നമ്മള് ഹാള് കൊടുക്കും. പിന്നെ ഫുഡൊക്കെ അവരെ ഏൽപ്പിച്ചിരിക്കുന്നത്. നമ്മളെ ഫുഡ് അങ്ങനെ ഒരു വലിയ ചെയ്തിട്ടില്ല, ചെറിയ രീതിയിൽ നമ്മൾ ചെയ്തിട്ടില്ലായിരുന്നു.
ഇതിന് ചെറിയ ആളുകൾ കുറച്ച് അവരുടെ മീറ്റിംഗ് കൊടുക്കാൻ കഴിയും. വൈകുന്നേരങ്ങളിൽ ലൈറ്റ് അറേഞ്ച്മെന്റ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഏതായാലും നല്ല അടിപൊളി. ഞാൻ ലൊക്കേഷൻ ഞാൻ പറയണ്ടല്ലോ, നിങ്ങൾ കാണുന്നുണ്ടല്ലോ, തൊട്ടടുത്ത് തന്നെ നമ്മുടെ കരിപ്പൂർ എയർപോർട്ടിൻ്റെ റൺവേ ആണ് കാണുന്നത്. അതുപോലെ തന്നെ നമ്മൾ കുറച്ച് നേരം മുന്നേ ഫ്ലൈറ്റ് പൊന്തി നമുക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. ഓക്കെ, ഇത് നമ്മുടെ തെങ്ങ് മുളപ്പിക്കുന്ന ഏരിയയാണ്. ഇപ്പൊ മുളപ്പിച്ച് കഴിഞ്ഞത് ലാസ്റ്റ് കുറച്ചും കൂടെ ഇനി ബാക്കിയുള്ളൂ. ഇനി എടുത്ത് വന്നിട്ട് വേണം. അപ്പൊ ഇത് കുറ്റാടി മാത്രമേ നമ്മളിവിടെ ഉത്പാദിപ്പിക്കുന്നുള്ളൂ. ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ പുറത്തുനിന്ന് ആവശ്യത്തിന് കൊടുന്നു കൊടുക്കുന്നേ ഉള്ളൂ. കുറ്റാടി അദ്ദേഹം മുളച്ച് റെഡി ചെയ്ത അതെ, തോട്ടത്തിന് എപ്പോഴും നല്ല കുറ്റാടിയാണ്. അസുഖബാധ കുറവും കാര്യങ്ങളൊക്കെ എല്ലാത്തിനും നല്ലത് കുറ്റാടിയാണ്. കൂടുതലും നമ്മുടെ ഇവിടെ എല്ലാവരും കൾട്ടിവേറ്റ് ചെയ്യുന്ന കൂടുതൽ അത് തന്നെയാണ്. ഇവർ മുളച്ച് നമ്മൾ കവറിലേക്ക് മാറ്റും. ഇപ്പൊ കഴിഞ്ഞു, ലാസ്റ്റ് സ്റ്റേജിന് കുറച്ചേ ഉള്ളൂ. പിന്നെ ഇത് കഴിഞ്ഞതിന്റെ അപ്പുറത്ത് തന്നെയാണ് കവുങ്ങിന്റെ ഏരിയ വരുന്നത്. മുകളില് ഇവിടെ താഴെ. എത്ര വർഷം കൊണ്ടാണ് കായ്ക്കല് ഈ കുറ്റാടി? കുറ്റാടി 4-4.5 വർഷം എടുക്കും കഴിക്കാൻ. 4-5 വർഷം വരെ പറയാം. ഇത് കഴുങ്ങാണല്ലോ. ഇത് കവുങ്ങ്. ഓരോ ഐറ്റംസ് ഉണ്ട്, താഴത്തുണ്ട്, ഇവിടെ ഉണ്ട്, മുകളിലുണ്ട്. കഴുങ്ങ് പലതരം. കുറച്ച് മുന്നേ നമ്മൾ ആ വീഡിയോയിൽ നിങ്ങൾ പറഞ്ഞിരുന്നല്ലേ? അതെ, കവുങ്ങ് എല്ലാം കൂടെ ഉണ്ടാക്കുന്നതാണ്. ഇതിപ്പോ കഴിഞ്ഞു, കാരണം എല്ലായിടത്തും സീസൺ കഴിഞ്ഞു. ഇപ്പൊ അമ്മടത്തിന് ശേഷം കവുങ്ങ് ബാക്കിയുള്ളൂ. നമ്മൾ പിന്നെ കൂടുതൽ ഉണ്ടാക്കാറുണ്ട്. 2 വർഷത്തിന് മുകളിലൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ ജസ്റ്റ് പിന്നെ അടുത്ത കവുങ്ങ് ഉത്പാദിപ്പിക്കാൻ സമയമായി. ഇനി കുറച്ചും കൂടെ സ്റ്റോക്ക് ബാക്കിയുള്ളൂ. ഇതിപ്പോ മോഹിത്നാറാണ്. ഈ കവറിന് പച്ച കളർ മോഹിത്നാറായിരിക്കും വരുന്നത്. ബാക്കിയുള്ള കവറിൽ ഇന്റർമംഗളം പിന്നെ കാസർഗോഡിനുണ്ടാവും. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ കാര്യമായിട്ട് മോഹിത്നാറും അതുപോലെ തന്നെ ഇന്റർമംഗലം ഇവിടെ ഉത്പാദിപ്പിച്ചത്. കാസർഗോഡ് നമ്മുടെ മറ്റു സ്ഥാപനം ഉണ്ട്. ഇവിടെ തന്നെ മെയിനായിട്ട് നമ്മുടെ ഒരു ബ്രാഞ്ച് ഉണ്ട്. അവിടെയാണ് ഇക്കുറി ഉണ്ടാക്കിയിരുന്നത്. നമ്മുടെ സ്ഥലപരിമിതി കുറച്ച് കുറഞ്ഞപ്പോൾ നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോയതായിരുന്നു. 3 ഐറ്റം ഉള്ളത്. നേരത്തെ കഴിക്കുന്ന ഇന്റർമംഗള, പിന്നെ കഴിഞ്ഞാൽ മോഹിത്നാർ. ഈ വ്യാവസായിക അടിസ്ഥാനത്തിൽ ഏറ്റവും നല്ലത് ഏതാ? അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? നിലമി ഓരോ സ്ഥലത്തിനനുസരിച്ചാണ്. വെള്ളത്തിന്റെ ലഭ്യത, അതുപോലെ തന്നെ അടുപ്പുള്ള സ്ഥലം, അങ്ങനെ ഒരു സ്ഥലങ്ങൾക്കനുസരിച്ചാണ് പൊതുവെ നമ്മൾ സജസ്റ്റ് ചെയ്യാറുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള താല്പര്യത്തിനനുസരിച്ച് നമുക്ക് കൃഷി നടത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്ത് നിന്ന് നിർദ്ദേശം തരും. അതെ, പച്ചടക്ക കൃഷി ചെയ്യാനാണോ അതോ ഉണക്കി വെക്കാനാണോ, അങ്ങനെ ഓരോരുത്തർക്കും ഓരോ കൺസെപ്റ്റ് ആയിരിക്കുമല്ലോ. അതിനനുസരിച്ച് തൈകളും ഇനങ്ങളും മാറ്റേണ്ടി വരും. അതെ അതെ അതെ, അങ്ങനെയാണ്. ഓക്കെ ഫ്രണ്ട്സ്, നമ്മൾ ചിറയൽ ഗാർഡൻ്റെ ഒരു സൈഡിലാണ് നിൽക്കുന്നത്. നിങ്ങൾക്ക് ചുറ്റും കണ്ടാലറിയാം, ഒരു കോറിൻ്റെ ചുറ്റുഭാഗം കോറിൻ്റെ കല്ലെടുത്ത ഇതിൻ്റെ സെൻട്രൽ പോർഷൻ എടുത്തിട്ട് അതിൽ ഫുള്ള് ആയിരക്കണക്കിന് മാവിൻ്റെ തൈകൾ വെച്ച് പിടിപ്പിച്ചിരിക്കുകയാണ് ഇവർ ചെയ്തിട്ടുള്ളത്. അതായത് കോറി നടന്ന് അവിടുന്ന് ഒരുപാട് കല്ലുകൾ എടുത്തിട്ടുണ്ടെങ്കിലും ബാക്കിയുള്ള പ്രദേശം മൊത്തം ഇതുപോലെ ഒരു ഗാർഡനിങ്ങിന് വേണ്ടി പ്രത്യേകിച്ച് ഒരു മാവിൻ്റെ തൈകളുടെ പല വിധത്തിലുള്ള തരത്തിലുള്ള മാവുകളാണ് ഇവിടെ ഇവർ വെച്ചിട്ടുള്ളത്. എല്ലാം സെയിലിന് വേണ്ടി നല്ല റീറ്റെയിലുണ്ട്, അതുപോലെ തന്നെ ഹോൾസെയിലുണ്ട്. ഇതിവിടെ കമ്പോസ്റ്റ് യൂണിറ്റ് ആണ്. ചിറയിലിൻ്റെ നമ്മുടെ ഈ വളങ്ങളൊക്കെ തന്നെയാണ് നമ്മളിതിന് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ കമ്പോസ്റ്റ് നമ്മൾ നിരത്താട്ടാണ്. ഇത് നമ്മൾ എന്ത് കുറച്ച് പൊടിയും കൂടി ആകുമ്പം ഇത് നമ്മൾ തരിക്കും. അങ്ങനെ ഇതിപ്പം ഒരിടം തരിച്ചാണ് തൈകളാണ് ഈ കാണുന്നത്. ഇതിപ്പോൾ നമ്മളല്ല പ്യൂർ കമ്പോസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടാവും. അല്ലേ, ജസ്റ്റ് നമ്മളല്ല മണ്ണിര കമ്പോസ്റ്റാണ്. ഇത് നമ്മൾ തരിച്ച് വെച്ചിട്ടുള്ള കമ്പോസ്റ്റാണ്. ഇതാണ് നമ്മൾ കവറിങ്ങിനൊക്കെ ഉപയോഗിക്കുന്നത്. ഇതിപ്പോൾ ജസ്റ്റ് നമ്മൾ കമ്പോസ്റ്റ് യൂണിറ്റിൽ നമുക്ക് നോക്കിയാൽ മനസ്സിലായി. നമ്മൾ കമ്പോസ്റ്റ് ഇപ്പോൾ ട്രാപ്പ് വെച്ച് മണ്ണിര പിടിക്കും. ഇതാണ് നമ്മളിതിൽ ഉപയോഗിക്കുന്ന മണ്ണിര. ജസ്റ്റ് നമ്മളിതിനെ തുറന്ന് കാണിച്ചു തരാം. ജസ്റ്റ് ഇതിൽ നമ്മൾ മണ്ണിരനെ പിടിക്കാൻ വേണ്ടി വെക്കുന്ന ഒരു ട്രാപ്പാണ്. ജസ്റ്റ് ഇങ്ങനെ പുതിയതിനെ അടുത്തിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ടൊക്കെ. ജസ്റ്റ് ഇതൊക്കെ നമ്മൾ ഇതിൽ ഉപയോഗിക്കുന്ന മണ്ണിര ആഫ്രിക്കൻ യൂട്ടിലൈസറിന് എടുത്തപ്പെട്ട ഐറ്റമാണ്. ഈ മണ്ണിരയാണ് നമ്മുടെ ഇതിനെ കമ്പോസ്റ്റിനെ മാറ്റി തരുന്നതൊക്കെ. ആയത് നമ്മളിങ്ങനെ കവറാക്കും. ഇതൊക്കെ ജസ്റ്റ് റെഡി ആവാനുള്ളതാണ്. ഇതിലൊക്കെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊക്കെ കുറച്ച് കഴിഞ്ഞ് നമ്മൾ തരിച്ച് മണ്ണിരനെ എടുക്കും, വേസ്റ്റ് ഒഴിവാക്കും. വീണ്ടും നമ്മുടെ ഇവിടെ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന തൈകളുടെ വേസ്റ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിലേക്ക് ഇടും. ഇതിട്ടിട്ട് ഈ മണ്ണിരനെ ഉപയോഗിച്ചിട്ടാണ് ഇത് നമ്മൾ ചെയ്യുന്നത്. കമ്പോസ്റ്റ് ഉപയോഗിച്ച് നമ്മൾ തൈകൾക്ക് തന്നെ വീണ്ടും കവർ മാറ്റാനും പോട്ട് മിക്സറിന് വേണ്ടി ഉപയോഗിക്കുകയും ചെയ്യും. ഇത് നമ്മുടെ ബഡ്ഡിങ്ങിൻ്റെ ഉൽപ്പാദന കേന്ദ്രമാണ്. തൈകൾ ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ പ്ലാവുകളൊക്കെ ബഡ്ഡിങ് നടക്കുന്നത് ഇവിടെയാണ്. അപ്പോൾ നമ്മളിപ്പം ഇന്ന് ബഡ്ഡിങ്ങിൻ്റെ പണിക്കാർ നമുക്ക് ഇന്ന് ലീവാണ്. അപ്പോൾ ഇത് ചെയ്ത് വെച്ച് കാണാം. അപ്പോൾ നമ്മളിത് സാധാ തൈകൾ ബഡ് ചെയ്തു. ഇപ്പോൾ ഒരു ബഡ് ചെയ്ത് തൈയാണ് അല്ലേ. ജസ്റ്റ് നമ്മളിങ്ങനെ കെട്ടി വെച്ചിട്ട് ചെയ്യാനുള്ളത്. ഇതിപ്പോൾ ഇതാണ് ബഡ്. ഇതാണ് മുകളിൽ സൈഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ മരത്തിന് എടുക്കുന്ന കമ്പ് ഇതാണ്. ഈ റൂട്ട് സ്റ്റോക്കിൽ തൈകൾ ഇത് വെച്ച് ഒട്ടിക്കുകയാണ് ചെയ്യുന്നത്. അതിന് റെഡി ആയി കഴിഞ്ഞാൽ ഇതിൻ്റെ കെട്ടയക്കും. പക്ഷെ കെട്ടയക്കുമ്പോൾ ചിലത് പോകും, ചിലത് പിടിക്കും. ഇപ്പോൾ ഇത് ജസ്റ്റ് കെട്ടയച്ച് കഴിഞ്ഞിട്ട് അതിൽ പിടിച്ച തൈകൾ മാത്രം വെട്ടിവിട്ടാണിത്. ഇങ്ങനെ വെട്ടിവിടുമ്പോൾ കണ്ടില്ലേ, ഇതിപ്പോൾ ജസ്റ്റ് ശേഷം ഇത് കെട്ടയച്ച് ഇത് പോയ തൈകളാണ്. ഇങ്ങനെ കെട്ടയക്കുമ്പോൾ ഇത് കുറേ പോകും, പോയത് നിർത്തും. എന്നിട്ട് ഇതിപ്പം നഷ്ടപ്പെട്ടു പോയതാണ്. ഇങ്ങനെ പോയത് നിർത്തിയതിനെ നമ്മൾ ഒഴിവാക്കിയിട്ട് നല്ല തൈകൾ എന്ത് ചെയ്യും, നമ്മൾ തലഭാഗം മുറിച്ച് കളയും. ജസ്റ്റ് തല മുറിക്കുമ്പോൾ ഇപ്പോൾ ഇങ്ങനെ പുതിയ ബഡ് അപ്പം കണ്ടത് ഇതുപോലെ പുതിയ ബഡ് ഇങ്ങനെ ഇന്ന് മുളച്ച് വരികയാണ്. നമ്മൾ ഉണ്ടാക്കി ഒറ്റ വെച്ച ഭാഗത്തു നിന്നാണ് ബഡ് മുളച്ച് വരുന്നത്. ആ മുളച്ചു വന്ന തൈയാണ് പിന്നീട് ജസ്റ്റ് വലുതായി അല്ല പിന്നെ ജസ്റ്റ് വലിയ തൈകളായിട്ട് നമ്മൾ സാധാരണ വിൽപ്പന ഭാഗത്തേക്ക് എത്തുന്നത്.
ഇത് നമ്മൾ കെട്ട് അയച്ച് വിട്ട തൈയാണ്. അയച്ചിട്ട് ഇതിന് പച്ചപ്പുണ്ട് തൈകൾക്ക്. പിന്നെ പച്ചപ്പുള്ള തൈകളാണ് പിന്നീട് ബഡ് മുളച്ച് വരുന്നത്. പച്ചപ്പുള്ള തൈകൾ മാത്രമേ നമ്മൾ വെട്ടി വിടുള്ളൂ. ബാക്കിയുള്ള തൈകൾ നമ്മൾ വെട്ടി വിടില്ല. അതിന് പിന്നെ നമ്മൾ റീബഡിങ്ങിനോ മറ്റോ ആവശ്യങ്ങളൊക്കെ ഉപയോഗിക്കും. ഇങ്ങനെ മുറിച്ച തൈകളാണ് വെട്ടി വിട്ടിട്ടാണ് അങ്ങനെ മുളച്ച് വരുന്നത്. അങ്ങനെ മുളച്ച് തയ്യാറാകുന്ന തൈകൾ നമ്മളിതുപോലെ ജസ്റ്റ് മാറ്റി വെച്ചിട്ട് നമ്മളിതിനെ സെയിൽസ് ഡിപ്പോയിലേക്ക് മാറ്റും. ഏകദേശം വലിയ 2 അടി 3 അടി ഇത്ര ഏകദേശം ഒരു വലുപ്പമായ തൈകൾ ഇവിടുന്ന് നമ്മൾ വിൽപ്പനയ്ക്ക് കൊണ്ടുപോകും. ഇത് നമ്മുടെ അബിയു ഫ്രൂട്ട് ഏകദേശം ആയ ഒന്നാണ്. ഏറ്റവും ദൂരേക്ക് നമ്മൾ വേറെ മീൻ ഇടണം, അല്ലെങ്കിൽ ജീവികൾ കുത്തി പുറച്ച് കളയും. അത് പിന്നിടാം. നമ്മളിത് പൊട്ടിക്കുകയാണ്. ബിസ്മില്ലാ. ഇതാണ് നമ്മുടെ അബിയു. മാർക്കറ്റ് കിട്ടില്ല, കാരണം കുറച്ച് ഉടനെ കഴിച്ചാൽ പെട്ടെന്ന് കേട് വന്ന് പോകുന്നതുകൊണ്ടൊക്കെ മാർക്കറ്റിൽ സാധനം ഉണ്ടാവാറില്ല. പിന്നെ ഇനി ഫ്രിഡ്ജൊക്കെ ഉള്ള വലിയ മാർക്കറ്റുകാർ വെക്കുന്നുണ്ടോ അറിയില്ല. ഞാൻ എന്തായാലും കണ്ടിട്ട് നിങ്ങളുണ്ടോ? നിങ്ങളുണ്ടോ? ആരും കണ്ടല്ലോ. ഇത് അബിയൂർ ഫ്രൂട്ടാണ്. പക്ഷേ ഇളനീർ ടേസ്റ്റുള്ള ഒരു പഴമാണ്. സ്വീറ്റ് കുരുണ്ട്. അതുകൊണ്ടാണ് നമ്മളത് കുരു അങ്ങനെ മുറിഞ്ഞ കുരുന്നല്ല, കുറച്ച് ഹാർഡ് കുരുവാണ്. ഈ നമ്മൾ ചൈനക്കാർ വെട്ടണ പോലെ ഇങ്ങനെ പൊളിച്ചെടുക്കണം. ഒരു സ്പൂണും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് വ്യക്തമായിട്ട് കഴിക്കാത്. അല്ലെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ കടിച്ച് കഴിക്കുകയാണെങ്കിൽ ഇപ്പോൾ ജസ്റ്റ് കടിച്ച് കഴിക്കാം. അതുകൊണ്ട് ഇതിനുള്ളിൽ ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ കുരു ഉണ്ടാവാറുണ്ട്, അല്ല ഇതിലില്ല. ഓക്കെ, ഒന്നും കഴിച്ചോളേ. കുരുവാ ചിലതിനുണ്ടാവാറുണ്ട്, ചിലതിനൊരു കുരു ഉണ്ടാവാറുള്ളൂ. അധികം ആ കുരു തൽക്കാലം നമ്മുടെ പോളിയോസിൻ്റെ ഉൾഭാഗമാണ്. ഇവിടെയാണ് നമ്മുടെ ഗ്രാഫ്റ്റിംഗ് ഒക്കെ നടക്കുന്നത്. ഗ്രാഫ്റ്റിംഗ് ചെയ്ത തൈകളൊക്കെ വെക്കുന്നത്. ഇതിപ്പോൾ പുതിയ ബട്ടൺ തൈ ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചതാണ്. പിന്നെ ജസ്റ്റ് ബാക്കിയുള്ള സീഡ്ലിങ്സ് കാര്യങ്ങളുണ്ട്, പല ഐറ്റംസും വരും. ഇതിന് ആയത് പുറത്തിറക്കുക ചെയ്യാറ്. ആ കാണുന്നത് നമ്മുടെ ചിക്കു നോർമലാണ്. പിന്നെ ഈ കാണുന്നത് ഇതൊക്കെ ചിക്കുവാണ് ചെയ്തിട്ടുള്ളത്. ചിക്കു വെരിഗേറ്റഡ് ചിക്കു ആണ് ചെയ്തിട്ടുള്ളത്. ഇതൊക്കെ ശേഷം പുറത്തിറക്കാനായിട്ടുണ്ട്. ഇതുകൂടെ നമ്മൾ പുറത്തിറക്കും. ഈ ഒരു പരിവായി കഴിഞ്ഞാലേക്ക് ഇത് മൂത്ത് കഴിഞ്ഞാൽ പുറത്തിറക്കാറാണ്. ഇത് നമ്മുടെ മാവിൻ്റെ തൈകൾ ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ബട്ടർ, മാവ് എല്ലാ തൈകളും ഇത് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ബട്ടറാണ്. ഇതൊക്കെ ആയി വരുന്നേ ഉള്ളൂ. ഇതിപ്പോൾ മാവ് ജസ്റ്റ് ശേഷം പുതിയ തൈകൾ ജസ്റ്റ് എടുത്തതിൻ്റെ ബാക്കിയാണ്. ഇത് നല്ലത് മാത്രം വലുതായി നല്ല ക്വാളിറ്റി ആയ ശേഷം മാത്രം നമ്മൾ പോളിയോസിന് പുറത്തിറക്കുള്ളൂ. അതുവരെ തൈകൾ നമ്മൾ പോളിയോസിനെ ഇതേപോലെ സുരക്ഷിതമായി നോക്കും. ഇത് മറ്റേ കുടമ്പളുടെ തൈകളാണ്. ജസ്റ്റ് എല്ലാ തൈകളും ഇതിനുള്ളിൽ ഉണ്ടാവും. ഓരോ വെറൈറ്റിക്ക് ലാബിലിട്ട് നമ്മൾ അങ്ങനെയാണ് കൊണ്ടുപോവുക. ആയ ശേഷം മാത്രമേ നമ്മൾ വിൽപ്പനയ്ക്ക് വെക്കുകയുള്ളൂ. ഒരു പോളിയോസാണ്. ലെയർ തൈകൾ വെക്കുന്ന ജസ്റ്റ് നമ്മുടെ ഒരു 9ാമത്തെ പോളിയോസ് വന്ന് ടെമ്പററിയാണ്. അതേപോലെ നമ്മുടെ ലെയർ ചെയ്ത തൈകൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഇതിനെ കട്ടിങ്സ് ഇത് നമ്മുടെ കുരുമുളകിൻ്റെ തൈകൾ ഉണ്ടാക്കുന്ന ഏരിയയാണ്. ജസ്റ്റ് നമ്മൾ ഇപ്പോൾ കട്ട് ചെയ്ത് കുത്തിയിട്ടുള്ളൂ, ആവുന്നേ ഉള്ളൂ. നായ തൈകൾ നമുക്ക് ഇതിന് കുറച്ച് തണുപ്പ് കിട്ടാൻ വേണ്ടി നമ്മൾ ഡബിൾ ഗ്രേഡ് ഷെഡ് കൊടുക്കും. അത് ഒരു മുകളിൽ കൊടുക്കും, അതിൻ്റെ താഴത്ത് ഒന്നുകൂടി കൊടുത്ത് സപ്പോർട്ട് കൊടുക്കണം തണുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട്. ഇതിലായ തൈകൾ നമ്മളിനി പുറത്തേക്ക് ഇറക്കുള്ളൂ. ഇത് പിന്നെ ഫുൾ നമ്മൾ ലെയർ തൈകൾ കട്ട് ചെയ്തിട്ട് കവർ മാറ്റി വെച്ചാണ് വിൽപ്പനയ്ക്ക് അനുയോജ്യമാകുമ്പോൾ ഇതിന്ന് പുറത്തിറക്കുള്ളൂ. ഓക്കെ, നമ്മളിപ്പോൾ ആതിഫ് ഭായ് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇവിടെ പറഞ്ഞു തന്ന് നമ്മൾ എന്താ പറയുക, ഗ്രാസ് റൂട്ടിൽ നിന്ന് അങ്ങനെ മേലെത്തുന്ന വരെയുള്ള സംവിധാനങ്ങളാണ് നിങ്ങൾ. അതും എങ്ങനെ ഓർഗാനിക്കായിട്ടാണ് അതിൻ്റെ അല്ലേ, ഒരുപാട് കാര്യങ്ങൾ അങ്ങനെയും ഒക്കെ ചെയ്തിട്ട് പിന്നെ അതിന് പുറമെ വെറും വിൽപ്പന മാത്രമല്ല ഒരു സർവീസ് എന്നുള്ള രൂപത്തിലാണ് ഇവർ, അതായത് നമ്മുടെ ചിറയിൽ ഗാർഡൻസ് ചെയ്യുന്നത്. A to Z ആളുകൾ എഡ്യൂക്കേറ്റ് ചെയ്ത് കൊടുത്തിട്ട് ഒരു സാമ്പത്തികം കണ്ടെത്താനാണെങ്കിൽ, അത് ഒരു വ്യാവസായിക അടിസ്ഥാനത്തിലാണെങ്കിൽ അങ്ങനെ, അതല്ലെങ്കിൽ വീട്ടിൽ അലങ്കാരത്തിന് വേണ്ടി അങ്ങനെ, അതല്ലെങ്കിൽ വീട്ടിൽ നമുക്ക് മാത്രം ഫലം കായ്ക്കുന്നത് എടുക്കാൻ വേണ്ടിയാണ് അങ്ങനെ, അത്തരത്തിൽ ഏതെല്ലാം രൂപത്തിലാണോ നമ്മളെ ഉദ്ദേശങ്ങൾ അത്തരത്തിലെല്ലാം നമ്മളെ മോൾഡ് ചെയ്തെടുക്കാനുള്ള സംവിധാനങ്ങളാണ്. അതുപോലെ തന്നെ നമ്മുടെ നഴ്സറിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഓൾറെഡി നമുക്ക് ഗവൺമെൻറ് ലൈസൻസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ നാളികേര വികസന ബോർഡിൻ്റെ ഭാഗത്തു നിന്നുള്ള ഫിനാൻഷ്യൽ എയ്ഡും കാരണം ലഭിച്ച നഴ്സറിയാണ്. ഇപ്പം നമ്മൾ NHBയുടെ കാറിലൊക്കെ നമ്മൾ കൊടുത്ത് അതിൻ്റെ വർക്ക് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന് പുറമെ നമ്മളിവിടെ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ആളുകൾക്ക് ആവശ്യമായിട്ടുള്ള പരിശീലന ക്ലാസ്സുകൾ നമ്മൾ ചെയ്ത് കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ വിസിറ്റിങ് പല സ്കൂളുകളിൽ നിന്നായാലും കുട്ടികൾക്ക് വിസിറ്റിംഗ് കാര്യങ്ങൾക്കും അതിനൊക്കെ നമ്മൾ തുറന്നു കൊടുക്കാറുണ്ട്. കാരണം പഠിക്കാനും വളരാനും വേണ്ടിയുള്ള അവസരങ്ങൾ ഉണ്ടാകാൻ വേണ്ടിയിട്ടും ഇതിനെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ടൊക്കെ കൂടുതൽ ആളുകളിലേക്ക് നമ്മളിത് തുറന്നു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ട്രെയിനിങ് ക്ലാസ്സുകളൊക്കെ ഏകദേശം മാസം സംഭവിക്കാറുണ്ട്. അതിന് പുറമെ തന്നെ നമ്മുടെ ഭാഗത്ത് നമ്മൾ ഒരു ക്ലാസ്സുകളൊക്കെ അറേഞ്ച് ചെയ്യാറുണ്ട്. ഇപ്പോൾ ഈ അടുത്ത മാസം ക്ലാസ് വരുന്നുണ്ട്. ഈ മാസം വന്ന് കഴിഞ്ഞ് ഈ ആനക്കത്ത് ജുബൈർ സാറായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഭാഗത്ത് തന്നെ ട്രെയിനിങ് ക്ലാസ്സുകളായിട്ടോ അതിന് നമുക്ക് ഗവൺമെൻറ് ഭാഗത്ത് ഓരോ സപ്പോർട്ട് കിട്ടാറുണ്ട്. നമ്മൾ ആത്മയുടെ ഭാഗമായിട്ട് ക്ലാസ്സുകൾ ഇവിടെ ഉണ്ടാവാറുണ്ട്. SHM ഭാഗത്തുള്ള ക്ലാസ്സുകളൊക്കെ അവരും ഇവിടെ വെച്ച് സംഘടിപ്പിക്കാറുണ്ട്. നമ്മൾ ഓളിനോടായിട്ടുള്ള ഒരു ഇങ്ങനെ പറഞ്ഞ പോലെ തന്നെ തൈകൾ വിൽപ്പന, അതിൻ്റെ കൂടെ തന്നെ ഒരു അറിവ് നൽകുന്ന കാര്യങ്ങൾ കൂടി നമ്മളിവിടുന്ന് പറ്റുമ്പോൾ നമ്മൾ ചെയ്ത് കൊടുക്കാറുണ്ട്. അതിന് പുറമെ ആളുകൾ വരികയാണെങ്കിൽ അവർക്ക് ബഡ്ഡിങ്, ഗ്രാഫ്റ്റിംഗ്, ലെയറിങ് പഠിപ്പിച്ചു കൊടുക്കുന്ന സിസ്റ്റം നമ്മൾ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ട്രെയിനിങ്ങുകളും ഇവിടെ നടക്കാറുണ്ട്. ചിറയിൽ ചുങ്കത്താണുള്ളത്. ചിറയിൽ ഗാർഡൻസിൽ
ചിറയൽ ഗാർഡൻസിൻ്റെ ഡയറക്ടറാണ് അല്ലേ? കോമാക്കനെ കണ്ട് നമ്മുടെ ഗാർഡൻ നമുക്ക് ഒരുപാട് കാണാനുണ്ട്. കോമാക്ക, നമ്മുടെ ഒരു ബിഗിനിങ്, അതിൻ്റെ ഒരു പ്രൈമറി സ്റ്റേജ് എങ്ങനെയായിരുന്നു എന്നുള്ളത് ഏകദേശം നമുക്കൊന്ന് നമ്മളെ കണ്ടിടത്തോളം വല്ലാതെ വലിയ രൂപത്തേക്ക് ഇപ്പോൾ ഒരു നല്ലൊരു സംവിധാനത്തേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട് എന്നാണ് അറിഞ്ഞത്. അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് എങ്ങനെയായിരുന്നു? നിങ്ങൾ പ്ലാനിങ്, വിഷൻ ഒന്ന് പറയുകയാണെങ്കിൽ നന്നായിരുന്നു. ചിറയൽ അഗ്രോ ഗാർഡൻ എന്ന് പറഞ്ഞത് ചിറയൽ ഗ്രാനൈറ്റ് ഇൻഡസ്ട്രീസ് എന്ന് പറയുന്ന സ്ഥാപനം തുടർച്ചയാണ്. 1990 ഞങ്ങൾ ചിറയൽ ഗ്രാനൈറ്റ് ഇൻഡസ്ട്രീസ് തുടങ്ങുന്നത്. അത് ഞാനും 2 പാർട്ട്ണർമാരും കൂടിയാണ് തുടങ്ങിയത്. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന 2 പാർട്ട്ണർമാർ മരിച്ചുപോയി. അവരുടെ മക്കളൊപ്പമാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഈ കരിങ്കൽ കോറിയാണ് ഗ്രാനൈറ്റ് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ. അപ്പോൾ കരിങ്കൽ കോറി രംഗത്ത് പുതിയ ഒരുപാട് പ്രശ്നങ്ങളായി. ഗവൺമെൻറ്റിൻ്റെ കുറേ റെസ്ട്രിക്ഷൻ വന്നു. ലൈസൻസ് എടുത്ത് നടക്കുന്ന ആൾക്കാർക്ക് നടത്താൻ പറ്റാത്ത ഒരു ചുറ്റുപാടിലായി. നിയമപരമായ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഗവൺമെൻറ് ഭാഗത്തുണ്ടായപ്പം ഇനി എന്താണ് ഈ തൊഴിലാളികളെ കൊണ്ട് ചെയ്യുക എന്നാലോചിച്ചപ്പോഴാണ് ഞങ്ങൾ ഈ ചിറയൽ ഗാർഡൻ എന്ന നഴ്സറി ബിസിനസ് സംബന്ധിച്ച് കണ്ടെത്തിയത്. അങ്ങനെ ഞങ്ങൾ 2020 ഞങ്ങൾ ആലോചന തുടങ്ങി. 2022 മുതൽ ഞങ്ങൾ ഉൽപ്പാദനം തുടങ്ങി. മലബാർ മേഖലയിൽ, അതായത് കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട് ജില്ലകളിൽ ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ നഴ്സറികൾക്ക് കൊടുക്കാൻ വേണ്ടി തൈ ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥാപനങ്ങളില്ല. അപ്പോൾ അതിൽ ഏറ്റവും മാവ്, പ്ലാവ്, റംബുട്ടാൻ, ബട്ടർ, ചിക്കു, കൊടംപുളി, ജാതി തുടങ്ങിയിട്ടുള്ള ഫലവൃക്ഷ തൈകൾ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു നഴ്സറി എന്നുള്ള നിലയിലാണ് ഞങ്ങൾ ബഡ്, ഗ്രാഫ്റ്റ്, ലെയറിംഗ് തുടങ്ങിയ സംവിധാനം ചെയ്ത് ഞങ്ങൾ ആരംഭിച്ചത്. വിദഗ്ധരായ പണിക്കാരെ കണ്ടെത്തി. ഏകദേശം കഴിഞ്ഞ 2022, 23, 24, 25 ഇത് 25-26 4-ാം വർഷമാണ്. 4-ാം വർഷത്തിൽ കടക്കുമ്പോൾ ഞങ്ങൾ ഏകദേശം ഒരു 10 ലക്ഷം ഫലവൃക്ഷ തൈകൾ ഉൽപ്പാദിപ്പിച്ച് വിറ്റിട്ടുണ്ട്. അത് കേരളത്തിലെ ഏകദേശം 200ഓളം നഴ്സറികൾക്ക്, 200-ലധികം. കഴിഞ്ഞ 31/3/2015 കഴിഞ്ഞ വർഷത്തിൽ ഞങ്ങൾ 215 നഴ്സറികൾക്കാണ് കൊടുത്തത്. ആ നഴ്സറി കൂടാതെ പുതുതായി ഒരു 60ഓളം നഴ്സറികൾ ഈ കൊല്ലം ഈ ഏപ്രിൽ മുതൽ ഞങ്ങൾ എടുത്ത് വന്നു. നമ്മളിവിടെ കണ്ട ഈ ഐറ്റംസ് ഉണ്ടല്ലോ, അതൊന്നും ഇവിടെ വരേണ്ട ആവശ്യമില്ല. നമ്മളെ പരിസര പ്രദേശങ്ങളിലെല്ലാം നഴ്സറികളിൽ അവൈലബിൾ ആണ്. കോഴിക്കോട്, കണ്ണൂർ ജില്ലയിൽ ഏകദേശം 25 നഴ്സറി ഞങ്ങൾ കൊടുക്കുന്നുണ്ട്, 25 കോഴിക്കോട് ജില്ലയിൽ 50-ലധികം നഴ്സറി കൊടുക്കുന്നുണ്ട്. മലപ്പുറം ജില്ലയിൽ 75-ലധികം നഴ്സറി കൊടുക്കുന്നുണ്ട്. പാലക്കാട് 15ഓളം നഴ്സറി കൊടുക്കുന്നുണ്ട്. വയനാട്ടിൽ കൊടുക്കുന്നുണ്ട്. ഓച്ചിറ എന്ന് പറഞ്ഞ സ്ഥലത്ത് കൊല്ലം ജില്ലയിലുണ്ട്. അതുപോലെ ചിറയൽ ഗാർഡൻ്റെ പേരിൽ തന്നെ നഴ്സറികളുണ്ട്. അപ്പോൾ നഴ്സറികൾ റീറ്റെയിൽ സാധനങ്ങൾ വാങ്ങുന്നതിന് വേണ്ടി ആളുകളോട് വന്നാൽ ഇവിടെ കിട്ടും. ആ അതേ വിലക്ക് തന്നെ മിക്കവാറും ഞങ്ങൾ കൊടുക്കുന്ന നഴ്സറികളിൽ നിങ്ങൾക്ക് അതേ സാധനം തരും. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ചിറയലിൻ്റെ ടാഗ് വേണം. ഞങ്ങൾ ബ്രാൻഡാണ് ചിറയൽ അഗ്രോ ഗാർഡൻ അല്ലെങ്കിൽ ചിറയൽ ഗാർഡൻ എന്നുള്ള ഞങ്ങളുടെ ടാഗ് ഉണ്ടാവും. ആ ടാഗ് നോക്കി വേണം വാങ്ങാൻ. പിന്നെ ഞങ്ങളുടെ സാധനങ്ങൾ വാങ്ങി നിങ്ങളത് കൊണ്ടുപോയി ബില്ലോട് കൂടി വാങ്ങി നിങ്ങൾ വെച്ച് കായ്ച്ചിട്ടില്ലെങ്കിൽ നിശ്ചയ സമയത്തിനകം, അതിപ്പോൾ വിയറ്റ്നാം അരളി പ്ലാവാണെങ്കിൽ 2 വർഷത്തിനുള്ളിൽ, അതേപോലെ കാട്ടിമൂൺ മാവാണെങ്കിൽ 2 വർഷത്തിനുള്ളിൽ, ഇങ്ങനെ ഞങ്ങൾ ഉണ്ടാക്കുന്ന മാവുകളും പ്ലാവുകളും 2 വർഷത്തിനുള്ളിലും 3 വർഷത്തിനുള്ളിലും 4 വർഷത്തിനുള്ളിലും കായ്ക്കേണ്ട ഓരോന്നിനോരോ കാലഘട്ടമുണ്ട്. അതനുസരിച്ച് കായ്ച്ചില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ ബില്ല് വാങ്ങിയതാണ്. ഞങ്ങളുടെ ഫാം മാനേജറുണ്ട്, അവരുമായിട്ട് ബന്ധപ്പെട്ട് ആ നിബന്ധന അനുസരിച്ച് വെയിലുള്ള സ്ഥലത്തും എങ്ങനെയാണോ ഒരു ഫലവൃക്ഷത്തെ വെക്കേണ്ടത് ആ രൂപത്തിൽ അത് വെച്ചിട്ട് കായ്ച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ ആ പൈസ അവർക്ക് നഷ്ടപരിഹാരം കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ഞങ്ങൾ ഔപചാരിക ഉദ്ഘാടനം നടത്തിയിട്ടില്ല. നടത്താത്തതിൻ്റെ കാരണം ഞങ്ങളിവിടെ കുറേ തൈകൾ വെച്ചിട്ടുണ്ട്. 2022, 23, 24, 20 ഒക്കെ വെച്ചതാണ്. അത് കായ്ച്ച് തീരണമെങ്കിൽ 2026, 27 ആവും. ആ ഒരു ഘട്ടം വന്നിട്ട് ഞങ്ങൾ ഔപചാരികമായിട്ട് ഇതിന് ഉദ്ഘാടനം കഴിക്കുള്ളൂ. അപ്പം ഞങ്ങൾ ഈ രംഗത്ത് ഒരു ഹെറിഡിറ്ററി ബിസിനസ്സായി, തലമുറ ബിസിനസ്സായി ഭാവിയിൽ ആളുകൾക്ക് വേണ്ടിയിട്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ബഡ്ഡിങ്, ഗ്രാഫ്റ്റിംഗ്, ലെയറിങ്, പ്രൂണിങ് തുടങ്ങിയ തൊഴിൽ ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക. അപ്പോൾ എല്ലാവർക്കും ഈ നമ്മുടെ ഫലവൃക്ഷ തൈകൾ നമ്മുടെ നാട്ടിലുണ്ടാകുന്ന ഫലം ആളുകൾക്ക് ഭക്ഷിക്കാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടാക്കുക. നമ്മൾ അവനവൻ്റെ വീട്ടിൽ അല്ലെങ്കിൽ അവനവൻ്റെ തോട്ടത്തിലായാൽ ഈ വിഷം ചേരാത്ത മാമ്പഴങ്ങൾ കിട്ടുക. അതുപോലെ തന്നെ മാവിനൊക്കെ ആണെങ്കിലും ചക്കക്കൊക്കെ ആണെങ്കിലും ഉണ്ടാകുന്ന തൈകളുടെ രോഗങ്ങൾ പ്രതിരോധിക്കാൻ ആവശ്യമായിട്ടുള്ള ഞങ്ങളുടെ ടീം വന്ന് അവർക്കതിന് വേണ്ട മരുന്നും കാര്യം പറഞ്ഞു കൊടുത്ത് ഞങ്ങൾ തന്നെ പണിക്കാരെ കൊണ്ടുവന്ന് ചെയ്യും. അതേപോലെ നിങ്ങൾക്ക് തോട്ടങ്ങൾ വെച്ച് പിടിപ്പിക്കണമെങ്കിൽ ഞങ്ങളേറ്റ് വന്നാൽ ഞങ്ങളുടെ ഫാം മാനേജർ വന്ന് നോക്കി ആ സ്ഥലത്ത് തോട്ടം വെച്ച് പിടിപ്പിച്ച് തരും. അങ്ങനെ ഒരു സാധാ ഒരു നഴ്സറി എന്ന രീതിയിലല്ല, നമ്മുടെ രാജ്യത്തെ ഫലങ്ങൾ, അതായത് മാങ്ങ, ചക്ക, അതേപോലെ നമ്മളെ ജാതി, അതുപോലെ തെങ്ങ്, കടക്ക തുടങ്ങിയിട്ടുള്ള നമ്മുടെ ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ഫലവൃക്ഷം, റംബുട്ടാൻ, ബട്ടർ, അവക്കാഡോ ഒക്കെ ഞങ്ങളിപ്പോൾ
കാഴ്ച മാത്രം നോക്കിയെടുക്കുകയാണ്. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ ധാരാളം ഉണ്ടാവുക. ഇവിടെ കാലിക്കറ്റ് എയർപോർട്ട് അടുത്താണ്. ഇവിടെ ഫലം വർദ്ധിക്കുമ്പോൾ വിദേശങ്ങളിൽ കയറ്റി വെക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കുക, ജനങ്ങളുടെ കൃഷി രീതിയിൽ നമ്മുടെ ഭക്ഷ്യ രീതിയിൽ മാറ്റം വരുത്തുക. ഇപ്പോൾ നമ്മൾ പഴയ മാതിരി അന്നജം കഴിച്ചാലുണ്ടാകുന്ന ഒരുപാട് ബുദ്ധിമുട്ടും കാര്യങ്ങളും ആളുകൾ ഫ്രൂട്ട്സ് കഴിക്കുകയാണ്. അപ്പോൾ അതുപോലെ തന്നെ ഫ്രൂട്ട്സ് ഉണ്ടാക്കുമ്പോൾ നമുക്കതിനെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളായിട്ട് സ്ക്വാഷും കാര്യം മാറ്റാൻ പറ്റും. അപ്പോൾ വ്യാവസായികമായും നമ്മുടെ നാട് വളർത്തുന്ന ഏറ്റവും പ്രധാനമായും അതിൻ്റെ തൈയാണ്, അതിൻ്റെ വിത്താണല്ലോ, വിത്ത് തൈ. അത് നല്ലത് ഉൽപ്പാദിപ്പിച്ചു കൊടുത്ത് ഞങ്ങളാൽ കഴിയുന്ന വിധം ഈ നാട്ടിലെ കാർഷിക രംഗത്തെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ചെറിയ ഉദ്ദേശം. അതായത് ഒരു ലാഭമായിട്ടുള്ള ബിസിനസ് അല്ല. ലാഭമാണെങ്കിൽ കരിങ്കൽ കോറി ഇവിടെ നടത്തി തമിഴ്നാട്ടിലോ അല്ലെങ്കിൽ കർണാടകത്തിലോ ഇവിടെ ബുദ്ധിമുട്ടായിട്ട് പോയി നടത്തിയാൽ മതി. അപ്പോൾ നമ്മുടെ നാട്ടിൽ ലാഭം ഉണ്ടാക്കുക എന്നുള്ള നിലക്കല്ല നമ്മുടെ ഒരു വിഷൻ അങ്ങനെയാണ്. ജനങ്ങളെ ഒരു 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 തൊഴിലവസരം ഉണ്ടാക്കുക, നമ്മുടെ നാട്ടിലെ കാർഷിക ഇത് നിലനിർത്തുക. അപ്പോൾ നാട്ടുകാരും ജനങ്ങളും ഞങ്ങൾ ഈ സ്ഥാപനം നിലനിർത്തി കഴിഞ്ഞാൽ നമ്മുടെ മലബാർ മേഖലയിൽ പുതുതായി വരുന്ന 36 ഏക്കർ ഭൂമിയുണ്ട്, നല്ല വെള്ളമുണ്ട്, ചൂടുള്ള കാലാവസ്ഥയിലാണ്. ഒരു 10-60 പേർക്ക് തൊഴിൽ കൊടുക്കുന്നുണ്ട്. ഒരു പുതിയ തൊഴിലിലെ ആളുകൾക്ക് പഠിക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഈ കാർഷിക രംഗത്ത് ഒരു വലിയ മാറ്റം വരുത്താൻ കഴിയുന്നൊരു വിശ്വാസമാണ് ഇതിൽ ഇറങ്ങിയത്. അപ്പോൾ എല്ലാവരും സഹകരിച്ചാൽ മാത്രമേ ഉള്ളൂ. മലപ്പുറം ജില്ലയിൽ വിവിധ ഭാഗങ്ങളിലൂടെ സാധനങ്ങൾ വാങ്ങിക്കൊണ്ടുപോകാറുണ്ട്. അപ്പോൾ അത്രയും ദൂരത്തൂടെ വന്ന് വാങ്ങുന്നതിന് പകരം അവിടെയൊക്കെ തന്നെയുള്ള പല പ്രദേശങ്ങളിലും നഴ്സറികളിൽ കിട്ടും. അപ്പോൾ നിങ്ങൾ നഴ്സറികളിൽ ചെന്നിട്ട് ചോദിക്കണം ചെറിയ അഗ്രോകാരൻ്റെ തൈകളുണ്ടോ എന്ന് ചോദിച്ചാൽ അവിടെ അല്ലെങ്കിൽ അവരിവിടെ ഒന്ന് വാങ്ങി എത്തിച്ചു തരുമല്ലോ. അപ്പോൾ അതിനുവേണ്ടി ഞങ്ങൾ സഹായിക്കണം, സഹകരിക്കണം, ഇതാണ് പറയാനുള്ളത്. നിങ്ങൾ പറഞ്ഞതിൽ തന്നെ ഒരു സംഗതി നമ്മൾ ഹൈലൈറ്റായി എനിക്ക് തോന്നിയത് ഒന്ന്, പ്രത്യേകിച്ച് നമ്മളെ സംസ്ഥാനമാണെങ്കിലും രാജ്യമാണെങ്കിലൊക്കെ നോക്കുന്നത് വിദേശ നാണയങ്ങളെ വല്ലാതെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്. അതിന് നേരത്തെ പറഞ്ഞ പോലെ ഈ വാല്യൂ ആഡ് ഉൽപ്പന്നങ്ങൾ അതുപോലെ തന്നെ നമ്മുടെ ഫ്രൂട്ട്സ് ഐറ്റംസൊക്കെ വിദേശത്തേക്ക് നല്ല ഡിമാൻഡാണ്, പുറത്തുനിന്ന് ആളുകൾ തന്നെ പറയുന്നേക്കാം. അപ്പോൾ അതിനൊക്കെ സത്യം പറഞ്ഞാൽ നിങ്ങളുടെ ഈ ഇവിടുത്തെ ഈ സ്ട്രക്ചറും ഈ ഫിസിക്കൽ സ്ട്രക്ചറും വിവിധ സംവിധാനങ്ങളും കാണുമ്പോൾ ഭാവി നല്ലതുപോലെയുള്ള ഒരു സംവിധാനമാണ്. ഞാൻ കണക്കാക്കുന്നത്, നേരത്തെ ഞാൻ ആതിഫിനെ കണ്ടപ്പോൾ നമുക്ക് തോന്നിയത് നമ്മുടെ ഈ ഒരു ഫാം ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് പ്രത്യേകിച്ച് നമ്മുടെ പഠിച്ചു വരുന്ന കുട്ടികളെ അതുപോലെ തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ കുട്ടികളെ ഇങ്ങോട്ട് എൻട്രി ചെയ്യിക്കാനുള്ള സംവിധാനങ്ങൾ എന്തെങ്കിലും നിങ്ങൾ ചെയ്തിട്ടുണ്ട്? അങ്ങനെ എന്നാലേ നമ്മുടെ കുട്ടികളെ അറിയുള്ളൂ. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അതിൻ്റെ അസൈൻമെൻറ്റ് വർക്കോ പ്രോജക്റ്റ് വർക്കൊക്കെ ആയിട്ട് ഇങ്ങനത്തെ സംവിധാനങ്ങൾ കൊണ്ടുവരികയാണെങ്കിൽ വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായിട്ട് ഈ കാർഷിക മേഖലയും കൂടി അതിനെ മെർജ് ചെയ്തിട്ട് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു പദ്ധതി ആവുന്നുള്ള തോന്നൽ. അങ്ങനെ വല്ല മിഷനോ വിഷനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? നമ്മളിപ്പോൾ ചെയ്യണം എന്താ വെച്ചാൽ സ്കൂൾ കുട്ടികൾ ഓരോ കൊല്ലവും ഇപ്പം ഈ വർഷം 60ഓളം സ്കൂളിലെ കുട്ടികളിവിടെ വന്നു കഴിഞ്ഞു. അവർ സ്കൂൾ കുട്ടികൾ അധ്യാപകരെയും കൊണ്ട് 50-100 കുട്ടികൾ വരും. സയൻസ് പഠിക്കണ ഈ ഇതിൻ്റെ ബോട്ടണിയും ഒക്കെ പഠിക്കുന്ന കുട്ടികൾ അവർക്കിത് പഠിച്ചിവിടെ വന്ന് ബഡിയും ഗ്രാഫ്റ്റിംഗും ലെയറിങ്ങും തൈകൾ കണ്ട് മനസ്സിലാക്കി ഓരോ വർഷവും കൊല്ലം 50-60 സ്കൂൾ വന്നിട്ടുണ്ട്. അതുകൂടാതെ ആത്മ എന്ന് പറഞ്ഞ ഗവൺമെൻറ് സ്ഥാപനമുണ്ട്. അവരിവിടെ വന്ന് ബഡിങ് ഗ്രാഫ്റ്റിംഗ് ലെയറിങ് ക്ലാസ്സുകൾ എടുത്തു കൊടുക്കാറുണ്ട്. ഞങ്ങളും അതേമാതിരി തന്നെ ഇപ്പം ബിഎഡിനൊക്കെ പഠിക്കുന്ന കുട്ടികൾ ഇവിടെ വന്ന് താമസിച്ചു, ഇവിടുത്തെ പരിസരത്ത് താമസ സൗകര്യമാക്കിയില്ല, ഇവിടെ ചെയ്യാറുണ്ട്. അങ്ങനെ പല ആളുകളും ഇവിടെ വന്ന് പഠിച്ചു പോകുന്നുണ്ട്. ഇവിടെ എസ്കോള കോളേജ് ഉണ്ട്, ഞങ്ങൾ തൊട്ടടുത്താണ്. ആ വിദ്യാഭ്യാസ സ്ഥാപനമുണ്ട്. അവരായിട്ട് സഹകരിച്ചുകൊണ്ട് ഭാവിയിൽ ഒരു റീസർച്ച് പോലുള്ള സംവിധാനമൊക്കെ തുടങ്ങണം എന്ന് ഞങ്ങൾക്ക് ഐഡിയ ഉണ്ട്. പക്ഷേ ഞങ്ങൾ ആദ്യം ഒന്ന് പിടിച്ചു നിൽക്കണമെങ്കിൽ ആളുകൾ ഈ തൈ വാങ്ങണം, തൈ വാങ്ങിക്കൊണ്ടത് കായ്ക്കണം. അങ്ങനെ ആളുകൾക്ക് ഈ സ്ഥാപനം ഇഷ്ടപ്പെടണം, അവർക്ക് എത്തിക്കാൻ നിങ്ങളൊക്കെ സഹായിക്കണം എന്നാണ് പറയാനുള്ളത്. ഇൻഷാ അല്ലാഹ്. ഏതായാലും നമുക്ക് പറഞ്ഞത് വെറും കച്ചവടം മാത്രമല്ല, ബിസിനസ്സല്ല, ഒരു എന്താ പറയുക, ഒരു അതിൻ്റെ വാണിജ്യാടിസ്ഥാനത്തിന് പുറമെ ഒരു സാമൂഹിക പ്രതിബദ്ധത കൂടി ഇവിടുന്ന് ഉടലെടുക്കുന്നുണ്ട്. അതിന് പുറമെ നമ്മളെ രാജ്യനിർമ്മാണത്തിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ സമൂഹത്തിനെയും നമ്മുടെ പൗരന്മാരെയും വാർത്തെടുക്കുന്നതിന് വലിയ പങ്ക് വഹിക്കാനുള്ള ഒരു ശാസ്ത്രീയമായിട്ട് പഠിച്ചെടുക്കാനുള്ള സംവിധാനം കൂടെ ഒരു ആസൂത്രണം ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ പിന്തുണ ഉണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനെയൊക്കെയുള്ള സംരംഭങ്ങൾ നമ്മുടെ നാടിൻ്റെ വികസനത്തിന് മുതൽക്കൂട്ടാവും. അതുകൊണ്ട് നിങ്ങൾ ഈ കാണുന്ന നമ്പറിൽ വിളിക്കുക. ഞാൻ പലപ്പോഴും 1-2 വീഡിയോ നമ്മളിത് ചെയ്തിയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ചെറിൽ ഗാർഡൻസിൽ വരേണ്ടത് തൈ വാങ്ങാനല്ല, ഒന്ന് കാണാൻ വേണ്ടി വരണം. എന്നാൽ മാത്രമേ ഇതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുള്ളൂ. പിന്നെ ചെറിൽ ഗാർഡൻ്റെ ഐറ്റംസ് കിട്ടണമെങ്കിൽ വീഡിയോ കാണുന്ന ആളുകൾക്ക് പലർക്കും താല്പര്യം ഉണ്ടാവും. ഇവരെ തന്നെ വിളിച്ചു പറഞ്ഞാൽ നിങ്ങളെ പ്രദേശത്തുള്ള ഏതെല്ലാം നഴ്സറികൾ ഇത് അവൈലബിൾ ആവുന്നുള്ളവർക്ക് തന്നെ നിങ്ങളെ ഗൈഡ് ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനെയൊക്കെ നമുക്ക് കൂട്ടായിട്ട് ഈ സംരംഭങ്ങളെ വിജയിപ്പിച്ചെടുക്കണം. ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കട്ടെ. ജയ് ഹിന്ദ്.